നമസ്കാരം. എല്ലാവർക്കും ഓരോ കഥകളുണ്ട്. കഥകളെല്ലാം വ്യത്യസ്തമാണ്. എല്ലാ കഥകളും നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. ചില കഥകൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കും. ചില കഥകൾ നമ്മൾ ചികഞ്ഞെടുത്ത് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കും. ചില കഥകൾ നമുക്കെന്നും ഉത്തേജനം നൽകുകയും തദ്വാര പുതിയ പന്ഥാവ് വെട്ടിത്തെളിക്കുവാനും സഹായിക്കും. ഇന്ന് ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസും ഹാപ്പിനെസ് മാജിക് ബൈ കലിയും പറയുന്നത് നഴ്സുമാരുടെ കുടിയേറ്റത്തെക്കുറിച്ചാണ്. അമേരിക്കയിലേക്ക് അവരുടെ യാത്ര, അതായത് അമേരിക്കൻ മലയാളികളുടെ കഥ കേൾക്കണ്ടേ, മനസ്സിലാവണ്ടേ? അതിൽ കൂടി ത്യാഗത്തിൻ്റെയും സഹനശക്തിയുടെയും സഹനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും പുതിയ പുതിയ കാണാപ്പുറങ്ങൾ കാണാം. ഞാൻ ഷിക്കാഗോയിലാണ്. ഷിക്കാഗോയിൽ നിന്നും ഹരി നമ്പൂതിരി. നഴ്സസ് from Chicago, but Malayali nurses all the way from Kerala. ഹാപ്പിനെസ് മാജിക് ബൈ ഹരി ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസും ഒരു പുതിയ പരമ്പര ആരംഭിക്കുകയാണ്. നഴ്സുമാരുടെ ജീവിതം, മലയാളികളുടെയും അമേരിക്കയിലെ ജീവിത പന്ഥാവിൽ കൂടി ചെറിയ യാത്ര. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ എത്ര ഉത്സാഹവും നിങ്ങൾക്ക് ഉദ്യോഗജനവുമായ ഒരു ചിന്ത നിങ്ങൾ മുമ്പിലെടുത്താൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ ജീവിതം ധന്യമായി എന്ന് ഞാൻ തമാശ പറയുമ്പോൾ ജീവിതം ധന്യമായി. ഏതായാലും ഇന്ന് ഇവിടെ ഷിക്കാഗോയിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഷിക്കാഗോയിൽ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ വൈഫ് ഗ്രേസി വച്ചാച്ചറിയുടെ വീട്ടിൽ ഞങ്ങളൊരു സൗഹൃദ സംഭാഷണം നടത്തുകയാണ്. എൻ്റെ കൂടെ ആഗ്നസ്. പറയൂ ആഗ്നസിനെ പറ്റി. ആഗ്നസ് മാത്യു എൻ്റെ പേര്, അല്ലെങ്കിൽ ഡിസാമ കുളങ്ങരയെന്നും പറയും. ഞാനിവിടെ അമേരിക്കയിൽ 1971 ഓഗസ്റ്റിൽ ഈസ്റ്റ് ആഫ്രിക്ക കെന്യയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ നേഴ്സായിട്ട് ഞാൻ പരീക്ഷയൊക്കെ എഴുതേണ്ടി വന്നു. ഈവൻ ഹൈസ്കൂൾ എക്വലൻസി ടെസ്റ്റ് വരെ എഴുതി പാസ്സായി. പരീക്ഷ RN പരീക്ഷ പാസ്സായി. എൻ്റെ പേര് മേരിക്കുട്ടി കുര്യാക്കോസ്. ഞാനിവിടെ വന്നത് 1975 മാർച്ച് 1. ഞാൻ ഡൽഹിയിൽ നിന്നാണ് വന്നത്. ഡൽഹി ഹോളി ഫാമിലി ഹോസ്പിറ്റലിലാണ് പഠിച്ചത്. ഞാൻ വരുമ്പം എൻ്റെ ഹസ്ബൻഡും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അവരെ അവിടെ ആക്കിയിട്ടാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ നേഴ്സായിട്ട് ജോലി ചെയ്തു. ഇപ്പം ഞാൻ റിട്ടയർഡാണ്. കൊച്ചുമക്കളെയൊക്കെ അന്വേഷിക്കുന്നു വല്ലപ്പോഴുമൊക്കെ. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, കുക്കിങ്, ഗാർഡനിങ് എന്നിങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യുന്നു. വെരി ഗുഡ്. ഗ്രേസി വച്ചാച്ചറ. ഹലോ, എൻ്റെ പേര് ഗ്രേസി വച്ചാച്ചറ. ഞാൻ 1975 ഇവിടെ വന്നു. ഒത്തിരി ട്രബിളിൽ കൂടിയൊക്കെ കടന്നുപോയി. എന്നാലും ഐ ആം സോ ഹാപ്പി നൗ. പിന്നെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് ഇപ്പം പറയുന്നില്ല. നമുക്കതിലോട്ട് വരാം. ത്രേസ്യാമ്മ ചെന്നിക്കര. എൻ്റെ പേര് ത്രേസ്യാമ്മ ചെന്നിക്കര. ഞാൻ 1976 സെപ്റ്റംബർ 8 ഇവിടെ വന്നു. ആദ്യമായിട്ടൊരു പുതിയ സ്ഥലത്തോട് വന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തരണം ചെയ്ത് കുറച്ച് നാൾ നേഴ്സായിട്ട് ജോലി ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടത്തിൽ ബിസിനസ്സിൽ പുള്ളിനെ ഹെൽപ്പ് ചെയ്യുകയായിരുന്നു. ഇപ്പം ഞാൻ റിട്ടയറായി. ഇപ്പം റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹലോ, എൻ്റെ പേര് റാണി കാപ്പൻ. ഞാൻ 1999 അമേരിക്കയിൽ വന്നത്. ഞാൻ ബഹ്റിനിൽ നിന്നാണ് അമേരിക്കയിലോട്ട് വന്നത്. ഇവിടെ ഇപ്പോൾ റിസ്ക് മാനേജറായിട്ട് ജോലി ചെയ്യുവാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല വഴിത്തിരിവുകൾ ഉണ്ടാവുന്നത്. ഒരു ഗ്രാമത്തിൽ നിന്ന് ഒന്നും അറിയാതെ വടക്കേ ഇന്ത്യയുടെ ഒരു മൂലയ്ക്ക് ചെന്ന് പഠിച്ച് 17, 18, 19 വയസ്സുള്ളപ്പോൾ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ കുടുംബത്തെ രക്ഷിക്കാനായി ബനാറസിലും ഡൽഹിയിലും ബോംബെയിലും എന്ന് വേണ്ട എല്ലാ സ്ഥലത്തും നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി അവസാനം ലൈസൻസോടുകൂടി വീട്ടിലോട്ട് വരുന്നൊരു വരവുണ്ട്. പലരുടെയും കാശ് വാങ്ങിച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എത്തും. അപ്പോഴാണ് ഒരു റിക്രൂട്ടർ പറയുന്നത് അമേരിക്കയിലേക്ക് പോയാലോ എന്നാഗ്രഹിക്കുന്നത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്താണ് അമേരിക്കയിൽ പോയാൽ സായിപ്പുമായി ചേർന്ന് കല്യാണം കഴിക്കുമോ എന്ന് വീട്ടുകാരുടെ ആശങ്ക. അതും എന്നാൽ കല്യാണം കഴിച്ചിട്ട് പോകും മക്കളെ എന്നുള്ള
അച്ഛൻ്റെയും അമ്മയുടെയും നിർദ്ദേശം ഇതെല്ലാം കഴിഞ്ഞ് അമേരിക്കയിൽ 1970-കളിൽ ഇവിടെ വന്നിറങ്ങുന്നു. ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് അറിയാം. അറിഞ്ഞൂടെ എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടെ. നമ്മൾ പറയുന്ന അവർക്കും മനസ്സിലാവില്ല, അവർ പറയുന്ന നമുക്കും മനസ്സിലാവില്ല. പക്ഷേ എത്രയോ പ്രാവശ്യം സ്നോയിലൊക്കെ, ഷിക്കാഗോയിൽ വന്ന ആൾക്കാരാൻ വേണ്ടിയില്ല, സ്നോയിലൊക്കെ വന്ന് ചന്തി അടിച്ച് വീണ് അതിൽ നിന്നും പൊങ്ങി പിന്നെ ഈ നഴ്സ് അസിസ്റ്റൻ്റായിട്ടാണ് ഇവിടെ വരുന്നത്. അതിനുശേഷം ഈ പരീക്ഷ പാസ്സാവണം. എല്ലാവരും കൂടെ ഒരു 4-5 പേരെല്ലാം കൂടി ഒരു മുറിക്കകത്ത് കിടന്ന് എല്ലാവർക്കും അതുപോലുള്ളൊരു സ്റ്റോറികൾ. ഈ വൈതരണികളിൽ കടന്നു വരുന്നത് പ്രധാനമായിട്ടും അവർക്ക് അവരുടെ കുടുംബത്തെ രക്ഷിക്കുക, കുടുംബത്തിന് പുതിയ പന്താവ് എടുത്തളിക്കുക. ഇവിടെ നിന്നുകൊണ്ട് 40 മണിക്കൂറും 60 മണിക്കൂറും 80 മണിക്കൂറും രാവും പകലും വർക്ക് ചെയ്തിട്ടുള്ള നഴ്സുമാരാകട്ടോളും ആ ത്യാഗത്തിൻ്റെ കഥ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾക്കറിയാമെങ്കിലും അറിയാത്ത കാര്യങ്ങൾ. ആഗ്നസ് 1971 എങ്ങനെയായിരുന്നു ഇവിടെ വന്നിറങ്ങിയപ്പോൾ? എന്തെങ്കിലും വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാ, ഇംഗ്ലീഷ് സംസാരിക്കും, പക്ഷേ ചിലപ്പോൾ പതുക്കെ ബ്രോക്കൺ ഇംഗ്ലീഷ് ആയിരിക്കാം. നഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്, എന്നാൽ ഇവിടുത്തെ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ടില്ല. എങ്ങനെയായിരുന്നു ആദ്യത്തെ ആ ഷോക്ക്? എനിക്ക് ഷോക്കൊന്നുമില്ലായിരുന്നു. ആക്ച്വലി എൻ്റെ പേരപ്പൻ്റെ മകൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അവരെന്നെ എയർപോർട്ടിൽ, ചേട്ടനും ചേച്ചിയും കൂടെ ഒന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോയി. ഞാൻ അവിടുന്ന് എൻ്റെ അപ്പാപ്പൻ ഉണ്ടായിരുന്നു കെനിയായിട്ട്. അപ്പാപ്പനെ ചേച്ചിക്ക് എഴുതി, അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, ചേച്ചിക്ക് എഴുത്തെഴുതി ഇങ്ങോട്ട്. ഞാൻ ന്യൂയോർക്കിനാണ് പോകാനിരുന്നത് എൻ്റെ കൂട്ടുകാരുടെ കൂടെ. അന്നേരം പിന്നെ ചേച്ചി പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നു. 2 ആഴ്ച കൊണ്ട് ജോലി കിട്ടി. എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല പ്രൊട്ടക്ഷൻ ആയിരുന്നു അവരിൽ നിന്ന് എനിക്ക്. അവരെന്നെ കൊണ്ട് എനിക്ക് ജോലി കിട്ടിയത് അതൊരു ഭാഗ്യം. ഗ്രാജുവേറ്റ് നേഴ്സായിട്ടാണ് എന്നെ നഴ്സിംഗ് കഴിഞ്ഞിട്ടാണ്. അല്ല, നേഴ്സായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് പിന്നെ പരീക്ഷ പാസ്സാവണമായിരുന്നു. പിന്നെ എല്ലാം എഴുതണമായിരുന്നു. കാരണം ആദ്യമേ ഗ്രാജുവേറ്റ് നേഴ്സായിട്ട് അവരെന്നെ ഹയർ ചെയ്തു. ഓക്മാർക്ക് ഒരു ഹോസ്പിറ്റലിൽ അവിടെ ഹോസ്റ്റലും ഉണ്ടായിരുന്നു. നമുക്ക് സ്വന്തമായിട്ടൊരു റൂം ഉണ്ടായിരുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരുന്നു. കോമൺ കിച്ചൺ ആയിരുന്നു. അപ്പം അന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. മലയാളികൾ ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് പലരും ഉണ്ടായിരുന്നു. കുറച്ച് എൻ്റെ കസിൻസ് 2-3 പേരുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം കാണുന്ന എൻ്റെ ഈ കസിൻ പേരപ്പറ്റ മോളെ തന്നെ ഞാൻ ഒത്തിരി വർഷങ്ങൾ കൂടിയാണ് കാണുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അവർ പോകുന്നത് അമേരിക്കയ്ക്ക്. എവിടെ പഠിച്ചത്? അവിടെ ബോംബെയില് സയൺ ഹോസ്പിറ്റലാണ് പഠിച്ചത്. 70. എത്ര വയസ്സിലാണ് ബോംബെയിലേക്ക് പോകുന്നത്? 17 വയസ്സ്. 23 വയസ്സിൽ ആഫ്രിക്ക, 24 വയസ്സിൽ അമേരിക്ക. അങ്ങനെ പിന്നെ ആദ്യമേ തന്നെ ഞാൻ ഈ ജനറൽ നേഴ്സ് ആയതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് പോയതാണ്. അപ്പം ഹൈസ്കൂളിൽ ക്ലിയറൻസ് ടെസ്റ്റ് എഴുതിയാലേ ഉള്ള ഇവിടെ വന്നിട്ട് GED എഴുതി പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ സൈക്യാട്രിക് കോഴ്സ് എടുക്കണമായിരുന്നു. പിന്നെ റിവ്യൂ കോഴ്സിന് പോയി. അങ്ങനെ പിന്നെ ബോർഡ് എക്സാം എഴുതി പാസ്സായി. പഠനമായിരുന്നു ഞാൻ. പഠനവും സമ്പാദനവും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് കുറച്ച് പൈസ അയച്ചു കൊടുക്കണമല്ലോ, അല്ലാതെ പറ്റത്തില്ല. അതായിരുന്നു. അപ്പോൾ ഗ്രേസി ഇവിടെ വന്നിട്ട് ഇപ്പോൾ 75-ലെത്തി. 75-ലെത്തി നഴ്സ് അസിസ്റ്റൻ്റായിട്ട് വരുന്നു. സ്നോയുടെ ആകെ എല്ലായിടത്തും വെള്ള നിറം, കാർ ഓടിച്ചിട്ടില്ല, നടന്നിട്ടുമില്ല, സ്നോയിൽ കൂടെ നടന്നിട്ടുമില്ല. ഈ പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണമെന്നുള്ള ടെക്നിക്കുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പ്രാക്ടിക്കലായിട്ട് 7 മാസം കഴിഞ്ഞപ്പോഴെങ്ങാണ്ട് പോന്നു. എങ്ങനെയായിരുന്നു ആദ്യത്തെ? അത് ഇവിടെ വന്നിറങ്ങി എൻ്റെ കസിൻ ഉണ്ടായിരുന്നു. പുള്ളി എന്നെ കൊണ്ടുപോയി ഈ ഡൗൺ ടൗൺ വഴിയാണ് പുള്ളിക്ക്, അവിടെയാണ് പുള്ളിയുടെ കാണ്ടോടിയായിരുന്നു ലേറ്റ് ഷോറിൽ. അപ്പോൾ ഞാനിങ്ങനെ അമ്പരം നിൽക്കുക, ഇത്ര പറ്റിയ ബിൽഡിംഗ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ബനാറസും കേരളവും ഇവിടെ അല്ലേ. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുക, അയ്യോ ഇതന്നെ ഈ കാണുന്നത്. എനിവേ പുള്ളി 16ാമത്തെ നിലയിലായിരുന്നു. അവിടെ പോയി എല്ലാം ഇങ്ങനെ കണ്ടു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പുള്ളി എന്നോട് പറഞ്ഞു കൂട്ടുകാരുടെ വീട്ടിൽ പോയി താമസിച്ചോണം. സിമ്പിളാണ്, സിംഗിളാണ് ഞാൻ. എനിക്ക് ഒരു വീട്ടിൽ പോയുള്ളൂ, അതുകൊണ്ട് പറ്റിയ ആൾക്കാർ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ വരുന്ന അറിഞ്ഞ പുള്ളിക്കാരി അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് അവിടെ പോയി. അത് പുറകെ 2-3 പേരോട് വന്നു. അപ്പം 4 പേര് ഒരു ബെഡ്റൂമിൽ, എന്നിട്ട് ഒരു വാഷ്റൂമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഷിഫ്റ്റ് മാറിയൊക്കെ ചെയ്യുന്നത് ലൈൻ നിൽക്കേണ്ടി വന്നില്ല. ഇടയ്ക്ക് വരുമായിരിക്കും. കുറച്ച് പേര് വൈകുന്നേരം ചെയ്ത്, 2 പേര് വൈകുന്നേരം 2 പേര്. പിന്നെ കറിയും കഞ്ഞിയും വെക്കണം. അപ്പോൾ രാവിലെ
അപ്പോൾ പിന്നെ ജോലിയുള്ളവർ ചെയ്യത്തില്ല. വൈകുന്നേരം അപ്പോൾ രാവിലെ അവർ ചെയ്യണം മറ്റവർ. അങ്ങനെയൊക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷനൊക്കെ വെച്ച് വഴക്ക് പറയാനൊന്നുമില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ മുട്ടയും പാലും വിലക്കുറവായത്, ഈ വില കൂടുതലില്ലായിരുന്നു. ഇവിടെ കുറവാണ്. ഇവിടെ ഞാനാണ് 100 പൗണ്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അത് 39 പൈസ ആ. മുട്ടയ്ക്ക്. അത് ശരി. പാലിന് വെറും തുച്ഛമായ വില. ആ പിന്നെ 3 ആഹാരം ഞങ്ങൾ മേടിക്കുള്ളായിരുന്നു പൈസ സേവ് ചെയ്യാൻ. മുട്ടയും പാലും പിന്നെ ചിക്കൻ അത് ശരി. ചിക്കൻ ഇവിടെ 39-49 പൈസയുള്ളായിരുന്നു. അത് ശരി. പക്ഷെ പോലും മേടിക്കുക. നാട്ടിൽ നിന്ന് ഒരു ചിക്കൻ കൂട്ടാൻ പറ്റും. ഒരു ചിക്കൻ നിന്ന് കഴിഞ്ഞാലും അത് വേദിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇല്ല, എല്ലാ കാലിൻ്റെ ഒരു കഷ്ണം കിട്ടിയെങ്കിൽ എത്ര പിള്ളേരാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ പിടിച്ചു വരിക. അങ്ങനെ ഇത് നല്ല ഒരു ഇതായിട്ട് തോന്നി. എനിക്ക് അപ്പോൾ ഇച്ചിരി വണ്ണം നമ്മുടെ ഉണ്ടായിരുന്നു. കവളെല്ലാം ഒട്ടി. അപ്പം ഞാൻ കവളെ പിടിച്ചിങ്ങനെ വലിക്കും. പക്ഷെ കഴിച്ചിച്ചിരി കഴിഞ്ഞപ്പോൾ ഇച്ചിരി പുഷ്ടിപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് നഴ്സിംഗ് ഹോമിൽ ജോലി കിട്ടുന്നു. കൊണ്ടൊക്കെ നടക്കുപോയി. സ്പീഡ് നേരം പോയി നടന്ന പോകണം. അപ്പോൾ ഒരു ഫ്ലാറ്റ് ഷൂസും ഇട്ടിരിക്കുന്നത്. അതിന് അടി ഗ്രിപ്പൊന്നും ശരിക്കും ആയണം. ശരിക്കും എന്നാൽ വീണിട്ട് 4 ദിവസം നോക്കി. അതൊക്കെ ആരോഗ്യം കണ്ട കാലും കീഴ് ഒടിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം ഒന്ന് നോക്കിയപ്പോൾ സ്പീഡ് നടന്നവരാരും കണ്ടില്ല, പോയി. ഗ്രേസിയാണ് ഈ അപ്പാർട്ട്മെന്റ് അറിയാതെ എല്ലാ അപ്പാർട്ട്മെന്റ് ഒരുപോലെ ഇരിക്കുന്നു. അതെന്റെ കൂട്ടുകാരിയാണ്. കറങ്ങി അല്ല, പുള്ളിക്കാരി ഇങ്ങനെ കറങ്ങി എല്ലാം ഒരുപോലെ ഇരിക്കും. നഴ്സിംഗ് വൈകുന്നേരം 11 മണിക്ക് ഒരു തപ്പി നടന്ന് ഇങ്ങനെ എല്ലാം നടന്ന് ഇത് കഴിയുമ്പോൾ എനിക്ക് കാണാനും പറ്റുന്നില്ല. ഫോണും ഇല്ലല്ലോ ആരെയും വിളിക്കാൻ. ഇപ്പൊ പറയാ സെൽഫോണില്ല. പിന്നെ കുറവല്ലങ്ങാട്ടമ്മയ്ക്ക് നേർച്ചത്. അത് കഴിഞ്ഞപ്പോൾ അത് കണ്ടുപിടിച്ചത് അപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ദിവസം ഇങ്ങനെ എല്ലാ ഭയങ്കര സ്നോ ഇങ്ങനെ വരിക. അപ്പം നമ്മുടെ നാട്ടിൽ മഴ പെയ്യുമ്പോൾ നമ്മൾ കുട പിടിക്കുകയാണ്. അപ്പം ഞാൻ വീണ്ടും ഒരു കാലം കൂടെയും പിടിച്ച് ഞാനിങ്ങനെ പോവുക. അന്നേരത്തേക്കും ഞങ്ങൾക്ക് താഴേക്ക് കുടയില്ല. നമ്മുടെ കൈ പിടിച്ച് അതെന്തിനാ പറയുമല്ലോ. അന്ന് ചൂടായിരുന്നു വേണമെങ്കിൽ. പക്ഷെ അങ്ങനെയൊക്കെ ജീവിച്ചത്. പിന്നെ എല്ലാം സന്തോഷമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും വീട്ടിൽ ഒത്തിരി പൈസ ഒന്നും ഇല്ലല്ലോ. ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്തു. പിന്നെ അന്ന് $1 7 രൂപയായിരുന്നു. $1 അല്ല, $1 7 രൂപ. പക്ഷെ ഞങ്ങളുടെ ശമ്പളം, എൻ്റെ ആദ്യത്തെ ശമ്പളം ഉള്ളത് പറയാൻ $2.5 ഉള്ളായിരുന്നു. പിന്നെയാണ് ഈ $275 കിട്ടി. അന്നേരം വലിയ സന്തോഷമായിരുന്നു. പിന്നെ ആശുപത്രി കയറുമ്പോൾ $3 ഇട്ട്. അന്ന് ഒന്നുകൂടെ സന്തോഷമായി. ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഓവർടൈം ചെയ്യും. കൊച്ചു സന്തോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് അതായിരുന്നു. നമുക്ക് ആ ചെറിയൊരു സംഭവമാണെങ്കിൽ പോലും അതെ വലിയ ദിക്കിയാണ്. ഇപ്പൊ എത്ര കിട്ടിയാലും ഇല്ല. അത് എനിക്കിതുപോലെ ഈ സമയം പോലെയായിരുന്നു. GD പാസ്സായി. പിന്നെ കോഴ്സ് എടുക്കാനാണ് അവിടെ ആളില്ലായിട്ട് ലൂയി യൂണിവേഴ്സിറ്റി നമ്മുടെ ഒരു ലോയർ ഉണ്ടായിരുന്നു. പുള്ളി കണ്ടുപിടിച്ച് ഞങ്ങൾ 60 പേര് ആദ്യം സ്റ്റാർട്ട് ചെയ്തു. അതിലൊരു ആളാണിത്. പിന്നെ പുള്ളിക്കാരി മില്യനറായി, അത് വേറെ കാര്യം. ത്രേസ്യാമ്മയുടെ ഇതിലെ കഥയിലോട്ട് വരാം. എനിക്ക് തോന്നുന്നത് മലയാളികളുടെ കൂട്ടത്തിൽ ഷിക്കാഗോയിൽ ആദ്യത്തെ ഒരു ബിസിനസ്സുകാർ കൂടിയാണ്. നഴ്സായിട്ട് വന്നു, അതിനുശേഷം ബിസിനസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതുപോലുള്ളൊരു ബന്ധാവിൽ വന്നപ്പോൾ ആദ്യം ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആളുകൾ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വന്നിരിക്കുന്ന നിങ്ങൾ ഒരു മറ്റൊരു രാജ്യത്ത് നിന്ന് വന്നു, അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഞാൻ വാസ്തവത്തിൽ പഠിച്ചത് കേരളത്തിലായിരുന്നു, നോർത്ത് ഇന്ത്യയിലല്ല. ഇല്ല, ഞാൻ കേരളത്തിൽ തന്നെ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പിന്നെ ഡൽഹിയിൽ നിന്നാണ് പോരുന്നത്. ഡൽഹിയിൽ നിന്ന് പോരേണ്ടി വരുന്നതെന്നു വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം അവർ ഡൽഹിയും പാറ്റ്നയിലും ഒക്കെ പോയി. അപ്പോൾ അവർ എന്നെ എപ്പോഴും വിളിക്കും, ഇങ്ങോട്ട് വാവാൻ. അപ്പോൾ എനിക്ക് കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോകാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ നിൽക്കണം. പിന്നെ അവസാനം ഇവരുടെ നിർബന്ധത്തിന് ഇവർ അമേരിക്കയിൽ പോരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സെൻഡ് ഓഫ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ഡൽഹി വരുവാ ചെയ്തത്. അത് കഴിഞ്ഞിട്ടും പിന്നെ ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം ഞാൻ PTC കഴിഞ്ഞിട്ടായിരുന്നു നേഴ്സിംഗിൽ പോയത്. അപ്പം എനിക്ക് ഇംഗ്ലീഷിന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നാട്ടിലാകുമ്പോഴത്തേന് ഇംഗ്ലീഷ് തന്നെയാണല്ലോ നേഴ്സിംഗിൻ്റെ എല്ലാം പഠിക്കുന്നത്. അപ്പം പഠിക്കാനായിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു. അതുകൊണ്ട് അവിടെ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് ബന്ധുക്കളാരും ഇല്ലായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ നിർബന്ധം കൊണ്ടാണ് പോകുന്നത്. അപ്പം വാസ്തവത്തിൽ ഉള്ള സത്യം പറയുവാണെങ്കിൽ എനിക്ക് അമേരിക്കയിൽ പോരുന്നവരോട് പോലും ഇഷ്ടമില്ലാഞ്ഞ കാര്യമായിരുന്നു. എന്നു വെച്ചാൽ എനിക്ക് എൻ്റെ കേരളത്തിൽ തന്നെ നിൽക്കണം, അവിടുന്ന് പുറത്തോട്ട് പോവുകയല്ല എന്നുള്ള നിർബന്ധത്തിൽ ഇരുന്നതാണ്.
പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും അനുസരിച്ച് എനിക്കിങ്ങോട്ട് പോന്നു. എൻ്റെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടി ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവർ നിർബന്ധിച്ച് ഞാൻ ഫയൽ ചെയ്തു. പെട്ടെന്ന് എനിക്ക് 15 ദിവസം കൊണ്ട് എനിക്കെല്ലാം ശരിയായിട്ട് കിട്ടി. അങ്ങനെയാണ് ഞാൻ പോരുന്നത്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് റിലേറ്റീവ്സ് ആരുമില്ല. അത് കഴിഞ്ഞ് പക്ഷേ അവർ ഒത്തിരി എൻ്റെ വെരി ഗുഡ് ഫ്രണ്ട്സ്, അവരെന്നെ ടേക്ക് കെയർ ചെയ്ത്. പക്ഷേ ആദ്യമേ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടുന്നത് വെറും $2 എനിക്ക് ശമ്പളം കിട്ടിയത്. പിന്നെ ഈ തണുപ്പും സെപ്റ്റംബറിൽ വന്നതുകൊണ്ട് ആ വർഷം ഭയങ്കര സ്നോ ആയിരുന്നു. അതുകൊണ്ട് തല വരെ മൂടി പ്രാവശ്യം മറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ ഓർത്ത്, ദൈവമേ ഈ കഷ്ടകാലത്തിൽ ഞാൻ വരേണ്ട കാര്യത്തില്ല, ഞാൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഓ യാ, ഒത്തിരി കരയുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് തിരിച്ചെൻ്റെ വീട്ടിൽ പോകണം, എനിക്ക് സ്നോയിൽ കിടക്കാൻ പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു, അങ്ങനെയല്ലടി, അത് വരുമ്പോൾ എല്ലാവർക്കും അങ്ങനെയാണ്, കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം നോർമലൈസ് ചെയ്തു പറഞ്ഞു. പിന്നെ പരീക്ഷ പാസ്സാകാൻ, പരീക്ഷയ്ക്ക് ഈ നാട്ടിലെ സൈക്യാട്രി കോഴ്സ് വളരെ കുറവായിരുന്നതുകൊണ്ട് അതിൻ്റെ കോഴ്സ് എടുക്കണമായിരുന്നു. അതും ദൈവം അനുഗ്രഹിച്ച് ഇവർ ഈ സൈക്കാട്രി കോഴ്സ് ആറിൻ്റെ റിക്വയർമെൻ്റ് ആണ്. അതെ അതിന് അത് പഠിക്കുന്നതാണ് നാട്ടിലെ. പക്ഷേ ഇത്രയും ക്രെഡിറ്റ് അവേഴ്സ് ഇല്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത്രയും വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും കോഴ്സ് എടുക്കണം. അപ്പം നമുക്ക് നാട്ടിൽ അത്രയും വട്ട് ഉള്ള മനുഷ്യർ ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ ട്രിവാൻഡ്രം പഠിക്കേണ്ടി വന്നില്ല. ട്രിവാൻഡ്രം മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങളെ ട്രെയിനിങ്ങിന് കൊണ്ടുപോയത്, വേറെ ഒരിടത്തും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്രെഡിറ്റ് അവേഴ്സ് വളരെ കുറവായതുകൊണ്ട് ഇവിടെ ഉളമ്പാറ ഉളമ്പാറല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് കോഴ്സ് എടുക്കാൻ അത് പെട്ടെന്ന് എനിക്ക് അവസരം കിട്ടി. അതുകൊണ്ട് പെട്ടെന്ന് പരീക്ഷ പാസ്സാകാൻ പറ്റി. അങ്ങനെ പിന്നെ കുഴപ്പമില്ല, പരീക്ഷ പാസ്സായി ജോലിയിൽ കയറി. ആദ്യമേ 6 കയറുമ്പോൾ $7 കിട്ടി. ആദ്യമേ വന്ന് ജോലി കയറിയപ്പം $2. പക്ഷെ അതിനേക്കാളും ഒത്തിരി കൂടുതലുണ്ടല്ലോ. ഒരാഴ്ചയിൽ 60 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? അത് അന്നേരം ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. ആദ്യമേയൊക്കെ തുടക്കത്തിൽ ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മൾ അന്നേരം ചിന്തിക്കുന്നത്, അപ്പം നമുക്ക് മറ്റുള്ളവർക്കും കൂടി എന്തെങ്കിലും ഇങ്ങനെ ഇവിടെ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെയുള്ളൊരു കണ്ടീഷൻ തീരുമാനിച്ചുകൊണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ച്. അപ്പോൾ മിക്കവരും എൻ്റെതെല്ലാം മെമ്പേഴ്സ് എല്ലാവരും മൂത്തവരൊക്കെയായിരുന്നു. അപ്പോൾ അവരുടെ പിള്ളേരെയും കൊണ്ടുവരിക, പിന്നെ അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും, അങ്ങനെ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള കണ്ടീഷൻ വന്നപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പലപ്പോഴും മേരിക്കുട്ടി 1975 വരുന്നത്. മേരിക്കുട്ടിയും വന്നപ്പോൾ എല്ലാവർക്കും ഇതുപോലൊരു കഥകളുണ്ട്. മേരിക്കുട്ടിയുടെ കഥ എന്താ? എൻ്റെ കഥ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലും വളരെ പരിതാപകരമായിട്ടുള്ള കഥയാണ്. ഇല്ല, സാമ്പത്തികമായിട്ടുള്ള അന്നത്തെ ഫാമിലീസിലൊക്കെ മണിമലയിൽ നിന്നാണ് വരുന്നത്. മണിമലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ഹോം ടൗൺ മണിമലയാണ്. പക്ഷേ ഞാൻ പഠിച്ചതൊക്കെ ഡൽഹിയിൽ. അന്നത്തെ 8-9 പിള്ളേരൊക്കെ ഉണ്ട് ഓരോ കുടുംബത്തിലും. എൻ്റെ ഫാമിലിയിൽ 9 പിള്ളേർ, അതിൽ 3-ാമത്തെ ആളാണ്. വീടുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ പിന്നെ ഇച്ചാച്ചൻ ഞങ്ങളെ എല്ലാവരെയും SSLC വരെയൊക്കെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നത്തെ വിധി എന്നാന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം എന്നെ അവിടെ കോൺവെൻറ്റ്സിൻ്റെ സിസ്റ്റേഴ്സിന് ഇഷ്ടമായിരുന്നു. SSLC പാസ്സായെന്ന് കഴിഞ്ഞപ്പോൾ അവരൊക്കെ എന്നെ കോൺവെൻറ്റിൽ ചേർക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞു. ഇഷ്ടമൊക്കെ ആയിരുന്നു. കുറച്ച് നാളൊക്കെ അവിടെ നിന്ന് നോക്കി. പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഇച്ചിരി അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. എന്നാലും അസുഖമൊക്കെ വരുമ്പം അവർക്ക് പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള പിള്ളേരെ മതി. എന്നാലും എന്നോട് പറഞ്ഞു നേഴ്സിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ചികിത്സിക്കുകയും ചെയ്യാം, ഹെൽത്തൊക്കെ ശരിയാകും, അതിനിടയ്ക്ക് പഠിത്തവും തീർക്കാം, പിന്നെ തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ കരഞ്ഞുകൊണ്ടൊക്കെയാണ് വന്നത് കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഏതായാലും കൊള്ളാം, അവരെന്നെ സഹായിച്ചു എനിക്ക് ആപ്ലിക്കേഷനൊക്കെ അയക്കാനായിട്ട്. എല്ലാം കഴിഞ്ഞു. ഞാൻ ഡൽഹിക്ക് പോയി. എത്ര വയസ്സിലാണ് ഡൽഹിക്ക്? ഞാൻ ഡൽഹിക്ക് പോകുന്നത് 19 വയസ്സിലാണ്. ഞാൻ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, ഡൽഹിയിൽ ആരും ഇല്ലായിരുന്നു. പക്ഷേ ഈ സിസ്റ്റേഴ്സ് ഹോളി ഫാമിലി ഹോസ്പിറ്റൽ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് ഓഫ് നോർത്ത് അമേരിക്ക, അവർ അമേരിക്കൻസ് ആയിരുന്നേ. അവരുടെ ഹോസ്പിറ്റലായിരുന്നു. അത് കാരണം വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലമായെന്നും പറഞ്ഞാണ് ഈ സിസ്റ്റേഴ്സ് എന്നെ സെക്യൂർ ആയിരുന്നു. പിന്നെ അവിടെ ചെന്നു, പഠിച്ചു. പിന്നെ 3 വർഷം കൊണ്ട് ജനറൽ നേഴ്സിംഗ് തീർത്തു. 6 വർഷത്തെ മിഡ് വൈഫറി. അത് കഴിച്ചപ്പം 6 മാസം കൊണ്ട് മിഡ് വൈഫറി. അത് കഴിഞ്ഞപ്പം അവർക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു, ബോണ്ട് 1 വർഷം ചെയ്ത് കൊടുക്കണമെന്ന്. അതും ചെയ്തു കൊടുത്തു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ അവിടുന്ന് തന്നെ
വീട്ടിലേക്ക് കുറേശ്ശെ സഹായം എല്ലാ മാസവും എനിക്ക് അന്ന് ഡൽഹി വെച്ച് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന 315 രൂപയായിരുന്നു. ഞാൻ 15 രൂപ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ വീട്ടിലയക്കുമായിരുന്നു. ഇളയ പിള്ളേർക്കൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇച്ചാച്ചന് ഹെൽപ്പ് വേണമായിരുന്നു. അത് ഞങ്ങളുടെ തരപ്പടിയിലുള്ള എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ചാരിതാർത്ഥ്യമാണ്. ഇപ്പം എന്താ കുട്ടികളൊക്കെ ഇതൊക്കെ ഓർക്കുന്നുണ്ടാവുമോ? കുട്ടി എല്ലാവർക്കും ഓർമ്മയുണ്ട്. പിന്നെ വീട്ടുകാർ ഓർക്കുന്നുണ്ട്. വീട്ടുകാർക്ക് കണിശമായിട്ട്, കാരണം അന്നൊക്കെ പെൺപിള്ളേരെ വളർത്തുമ്പോൾ തന്നെ അവർക്കൊരു ഈ പിള്ളേർക്ക് ഡൗറി കൊടുക്കണം, ഇങ്ങനെയുള്ള ഭയങ്കര ഇതൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഇങ്ങനെ പോയതുകൊണ്ട് മാറ്റിയെടുത്തു. എൻ്റെ സിസ്റ്റേഴ്സിനെയൊക്കെ കല്യാണം കഴിച്ചിട്ടാണോ ഇത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡൽഹിക്ക്? ഞാൻ ഡൽഹി വെച്ചാണ് എൻ്റെ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഒരു ദിവസം എന്നെ കണ്ടു, പിറ്റേ ദിവസം പ്രൊപ്പോസലുമായിട്ട് വന്നു. പറഞ്ഞ് അത് കഴിഞ്ഞ് നേഴ്സായിരുന്നു. ഞാനന്ന് നേഴ്സായിരുന്നു. പുള്ളിക്കാരൻ ഒബ്രോയ് ഹോട്ടലിൽ ജോലി ചെയ്യുമായിരുന്നു. എന്നിട്ട് അവിടെ വന്നു. പിന്നെ ഞങ്ങൾ ഡൽഹി വെച്ച് തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. അവിടെ വെച്ച് പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ മോളുണ്ടായി കഴിഞ്ഞപ്പം നേരത്തേനെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്ന് ബ്രദേഴ്സ് വന്നു ഡൽഹി ഞങ്ങളുടെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട്. അമേരിക്കയ്ക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അന്ന് എല്ലാവർക്കും ഹെൽപ്പ് വേണമായിരുന്നു. അതുകൊണ്ട് എന്നോട് നേരം അനിയൻ പറഞ്ഞു, ഇവിടെ സ്പോൺസർ ചെയ്യാൻ എനിക്ക് എല്ലാവരും വന്നതൊക്കെയുള്ളൂ, അവർക്കൊന്നും സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നേരം എൻ്റെ ബ്രദറിലോ ചെന്ന് ആരെങ്കിലും 325 രൂപ കടം മേടിച്ചുകൊണ്ട് വന്നു. അത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെറ്റീഷൻ ഫയൽ ചെയ്യാനായിട്ട് അമേരിക്കൻ എംബസിയിൽ. കാരണം അത്രേ പോലും സേവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഡൽഹിയിൽ അന്ന്. എന്നിട്ട് അത് പിന്നെ കൊണ്ട് ഞങ്ങൾ പെറ്റീഷൻ ഫയൽ ചെയ്തു. 3 മാസത്തിനോളം വീസ കിട്ടിക്കഴിഞ്ഞ് എവിടെ വന്നിറങ്ങുന്നത്? ചിക്കാഗോയിലാണ് വന്നിറങ്ങുന്നത്. ചിക്കാഗോ ആരും ഉണ്ടായിരുന്നു? ഇല്ല. ഈ പിന്നെ പുള്ളിക്കാരത്തി പറഞ്ഞത് ലീസാമ്മയുടെ പേരപ്പൻ്റെ മോളും പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡ് കലയിലെ വിൽപ്പേട്ടല്ലേ, യെസ്, അവർ വന്നു എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവർ പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി. കാരണം എൻ്റെ ബ്രദറിലോ ഇവിടെ ഉണ്ടായിരുന്നു അന്ന്. ഹസ്ബൻഡിൻ്റെ പെങ്ങളും പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡും. ഞാനീ പറഞ്ഞ പോലെ പോർട്ട്ലൻഡ് ഒറഗോണിൽ പോകാനിരുന്നതാണ്. പിന്നെ അവിടെ ജോബൊക്കെ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും പറഞ്ഞു, നീ അങ്ങോട്ട് പോകുന്നില്ല, ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ബ്രദറിലോ എന്നെ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ ചിക്കാഗോയിൽ എത്തിത്തരും. നേഴ്സ് അസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇവിടെ ഞാനിപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ 6 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി കിട്ടി. അത് കഴിഞ്ഞ് പരീക്ഷ എഴുതാൻ വേണ്ടി പറഞ്ഞ പോലെ സൈക്യാട്രിക് നേഴ്സിങ്ങിൻ്റെ കോഴ്സ് എടുക്കണമായിരുന്നേ. കാരണം അതൊരു റിക്വയർമെൻ്റ് അല്ലായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് പിന്നെ ഞാൻ അതായത് ന്യൂയോർക്കിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഞാൻ ന്യൂയോർക്ക് പോയി പരീക്ഷ എഴുതി ഒറ്റയടിക്കെല്ലാം പാസ്സായി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ലൈസൻസ് കിട്ടത്തില്ല ഈ റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാതെ ഉണ്ട്. പിന്നെ ട്രൈറ്റൺ കോളേജിൽ പോയി. അന്നേരം അവിടെ ഈ പറഞ്ഞ ശ്രീ കാപ്പിളിൻ്റെ ശുപാർശയിൽ അവർ ടീച്ചറിനെയൊക്കെ അവർ ഹയർ ചെയ്ത് അവർ ഈ പിന്നെ ക്ലാസ് അറേഞ്ച് ചെയ്തു. 6 ആഴ്ചത്തെ കൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് മേടിച്ചു. സ്പ്രിംഗ്ഫീൽഡിൽ പിറ്റേ ദിവസം പോയി ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയി, അതുകൊണ്ട് ഏൽപ്പിച്ചു. പെർമിറ്റ് മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ലൈസൻസ് മെയിൻ ചെയ്തു. ഞാൻ റാണി കാപ്പനിലോട്ട് വരാം. നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്നതിൽ ഏറ്റവും ചെറുപ്പക്കാരിയും നമ്മുടെ ഊർജ്ജസ്വലയായ ഒരു നേതൃത്വ നിലയിൽ വർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണല്ലോ. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇലിനോയുടെ പ്രസിഡൻ്റാണ്. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? എന്നാണ് ഇവിടെ വരുന്നത്? 1999. ഓക്കെ. എങ്ങനെ വന്നു പെട്ടു? ഞാനും എൻ്റെ ഹസ്ബൻഡും മോനും കൂടെയാണ് വരുന്നത്. ഞങ്ങൾ പരീക്ഷ എഴുതി, ഞാൻ CGFNS പരീക്ഷ എഴുതി ഫയൽ ചെയ്ത് ഗ്രീൻ കാർഡായിട്ടാണ് അന്ന് വരുന്നത്. എവിടെ എഴുതിയ CGFNS? ജോർദാൻ. കാരണം ഞാൻ പഠിച്ചു കഴിഞ്ഞ് 91 ഗ്രാജുവേറ്റ് ചെയ്തിട്ട് അന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്നവരൊക്കെ എപ്പോഴും പോകുന്ന ഒരു സ്ഥലം ഗൾഫാണ്. ബോംബെയിൽ ആക്സസിബിലിറ്റിയുടെ കുറച്ച് പേരെങ്കിലും അവിടെ കാണും. അതെ, അല്ല, ബോംബെയിൽ നിന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് ഞാൻ SNDT പഠിച്ചത്. SNDT പഠിച്ച് പാസ്സാകുന്നവർ മിക്കവാറും റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ മിക്കവാറും വിതിൻ 1 ഇയർ പോകും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ദുബായിക്ക് പോയി. അപ്പം എനിക്ക് അന്ന് ബഹ്റിനാണ് സെലക്ഷൻ കിട്ടിയത്. ഞാൻ അന്ന് ബഹ്റിന് പോയി. ബഹ്റിനിൽ നിന്നാണ് പരീക്ഷ എഴുതിയതും. 6 വർഷം ബഹ്റിനിൽ നിന്നാണ് പരീക്ഷ എഴുതിയതും. അതെ, അല്ല, NCLEX അല്ല, CGFNS ജോർദാനിൽ CGFNS എഴുതി. അത് കഴിഞ്ഞ് നമ്മൾ ഫയൽ ചെയ്തിട്ട് 3 വർഷം 93 പരീക്ഷ എഴുതി. പക്ഷെ 95 94 പരീക്ഷ എഴുതി 99
ഇവിടെ എത്തി. ആം, ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ എത്തി എനിക്ക് ഇവിടെ വന്നിട്ട് എൻഗ്ലക്സ് എഴുതി ഫസ്റ്റ് ടൈം തന്നെ പാസ്സായി. എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് വന്നത്. അന്ന് ഫോണൊന്നുമില്ല. അപ്പം എൻ്റെ മദറിലോ എഴുത്തെഴുതി അവർക്ക് ഇങ്ങനെ വരുന്നുണ്ടെന്ന്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഐഷ ലോറൻസ് അവരുടെ വീട്ടിലാണ് ഞങ്ങൾ ആദ്യം വന്നത്. വന്ന് 1.5 മാസം കൊണ്ട് പരീക്ഷ പാസ്സായി. പിന്നെ നഴ്സിംഗ് ഹോമിൽ ജോലി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അസോസിയേഷൻ്റെ ഒരു പ്രവർത്തനത്തെ പറ്റി പറയുവാണെങ്കിൽ അന്ന് 2002 അപ്പോൾ ഞാൻ വന്നിട്ടൊരു 2-3 വർഷമായി ജോലിയുണ്ട്. അപ്പം ചെറുപ്പത്തിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നഴ്സിങ്ങിന് പോകണ്ട, മെഡിസിന് പോകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ 5 പെൺകുട്ടികളിൽ ഏറ്റവും മൂത്ത ആളാണ്. അപ്പോൾ ആദ്യത്തെ എൻട്രൻസ് കിട്ടാത്തപ്പോൾ തന്നെ പറഞ്ഞു മെഡിസിന് കിട്ടിയില്ല, നഴ്സിങ്ങിന് പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ BSc നഴ്സിങ്ങിന് ബോംബെയിൽ പോയത്. അപ്പോൾ ഈ അസോസിയേഷൻ്റെ ഇതിന് വേണ്ടിയിട്ട് എന്നെ കുറച്ച് പേരൊക്കെ വിളിച്ചു, വരണം കാണണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആദ്യത്തെ മീറ്റിങ്ങിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ ആദ്യത്തെ മീറ്റിങ്ങിൽ ഞാൻ പോയപ്പോൾ ബീന പീറ്റേഴ്സ്, മറിയാമ്മ പിള്ള, ഞാൻ അതിൻ്റെ ട്രഷറായിരുന്നു, ജിലേസ് ചേച്ചി, അങ്ങനെ കുറേ ഈ 70കളിലും 80കളിലും ഒക്കെ വന്ന കുറേ സീനിയർ അറിയാത്ത ചേച്ചിയൊക്കെ നമ്മൾ എത്രമാത്രം നമസ്കരിച്ചാലും മതിയാവത്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു ഓർമ്മ മറിയാമ്മാൻ്റിയെ പറ്റിയുള്ളത്, കാരണം അന്ന് ഈ നാട്ടിൽ നിന്ന് നഴ്സിംഗ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ആ സമയത്ത് ഞങ്ങളുടെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സിങ്ങിന് അവിടെ ഒരു വിലയില്ല. അപ്പോൾ ഒരു വിലയില്ലാതെ വന്നിട്ട് ഈ അസോസിയേഷൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ ഞാൻ കേൾക്കുന്നത് ഈ നഴ്സിംഗ് പ്രൊഫഷനെ പറ്റിയിട്ടുള്ള എത്ര വാല്യുബിൾ ആണ്, അതിൻ്റെ മഹത്വം, അത് തന്നെയല്ല ഇവിടെ അതിന് കിട്ടുന്ന വാല്യൂ, മോസ്റ്റ് ട്രസ്റ്റഡ് പ്രൊഫഷൻ, അങ്ങനെ റെസ്പെക്റ്റ്, അതല്ല. അത് കൂടാതെ മറിയാമ്മാൻ്റി പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, നമ്മൾ നമ്മുടെ തന്നെ പുറത്ത് തട്ടിക്കോണം. കാരണം ആരും നമ്മളെ തട്ടാനുണ്ടാവില്ല, പക്ഷെ നമ്മളെ തന്നെ തട്ടിക്കോണം. അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു എനിക്ക് അന്ന് തന്നെ അസോസിയേഷനിൽ ജോയിൻ ചെയ്യാൻ. അന്ന് തൊട്ട് ഞാൻ അസോസിയേഷനിലുണ്ട്, പല ആക്റ്റീവാണ്. പക്ഷേ പിന്നെ ഫാമിലി, മറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ നമുക്കൊരു എക്സ്പീരിയൻസ് വേണമല്ലോ. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ 2022, 2023, 2024 ടേമിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. റിസ്ക് മാനേജറാണ് ഇപ്പോൾ റിസ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതെ, ഞാൻ നഴ്സിംഗിൽ ഇവിടെ വന്നിട്ട് വീണ്ടും പഠിച്ചു, മാസ്റ്റേഴ്സ് എടുത്തു, പിന്നെ ഡോക്ടറേറ്റ് എടുത്തു. റിസ്ക് മാനേജർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? റിസ്ക് മാനേജർ കൂടുതലും ക്വാളിറ്റി അഷുറൻസ്, പിന്നെ നമ്മുടെ ഫെസിലിറ്റിയുടെ കംപ്ലയൻസ്, ഫെസിലിറ്റിയുടെ ലയബിലിറ്റി കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും പ്രാക്ടീസ് ഇവാലുവേഷനും പിന്നെ കുറച്ച് മാൽ പ്രാക്ടീസ് ക്ലെയിംസ് ഒക്കെ വരുന്നത് നമ്മൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഇപ്പം ആഗ്നസ് ഇവിടെ വരുമ്പോൾ കല്യാണം കഴിച്ചിട്ടല്ല വന്നത്. ഇപ്പം ഇവിടെ വന്നെങ്കിൽ പലരും കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ഈ സാഹിബ്മാരുടെ കൂടെ ഒളിച്ചോടി പോകുക എന്നുള്ള പേടിക്കുള്ളതുകൊണ്ട് പലരും കെട്ടിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ആഗ്നസ് അതിന് മുമ്പേ വന്നു. ഇവിടെ സാഹിബ്മാരെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലേ? സാഹിബിനെ വേണ്ടായിരുന്നു, നാട്ടിൽ തന്നെ പോയി കെട്ടി. ആഗ്നസ് വന്നതുകൊണ്ട് നാട്ടിൽ ഉള്ള കുടുംബ അഗ്ര എങ്ങനെ ഉറപ്പുവെച്ചത് ആഗ്നസ്? അവർ എൻ്റെ സഹോദരങ്ങളെ എല്ലാവരും ഇവിടെ കൊണ്ടുവന്നു. ഞങ്ങൾ 6 പേരാണ്, ഞാൻ 3ാമത്തെ ആളാണ്. പിന്നെ എൻ്റെ ഇളയത് പിള്ളേരൊക്കെ ചെറുതായിരുന്നു, ആങ്ങളമാർ ചെറുതായിരുന്നു. എല്ലാവരും ഇവിടെ വന്നു. ചേച്ചിമാരുടെ മക്കൾ മുഴുവൻ ഇവിടെ വന്നു. ഞങ്ങളുടെ അവിടെ നിന്ന് ഇനി ആരും നാട്ടിലില്ല. ഞങ്ങൾ അമ്മ ഇവിടെ വന്നാണ് മരിച്ചത്. അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, 10-15 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മച്ചി മരിച്ചു. അച്ചായൻ മരിക്കുമ്പോൾ ഞാൻ എല്ലാവരെയും കൊണ്ടുവന്നു. അവിടെ നാട്ടിലാരും ഇല്ല, ആരുമില്ല. ഒരു വലിയൊരു യാത്രയല്ലേ ഇവരെ എല്ലാം കൊട്ടുക എന്ന് പറയുന്നത്. ഓരോ സമയത്ത് ഫയൽ ചെയ്യുക. അമേരിക്കൻ എംബസിയിലെ കുറേ കയറി ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് അവരിങ്ങനെ അവസാനം ഒരു സ്ത്രീ അവിടെ ഇരുന്ന് പറയും, ഈ ഒരു വലിയ വയറും വെച്ച് പെണ്ണ് വരുന്നത്, ഇതിനൊരു അപ്പോയിൻമെൻറ്റ് കൊടുക്കാം. അതും 2 ബസ്സും ഒക്കെ കയറിയാ പോകുന്നത് അന്നേ. എനിവേ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു. 74 അതൊക്കെ അവരൊക്കെ വരുന്നത് 80-ലാണ്. കാരണം നമ്മുടെ സിറ്റിസൺഷിപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ പറ്റുള്ളൂ. 74 നാട്ടിൽ പോയി കല്യാണം കഴിച്ചു. ഈ തിങ്കളാഴ്ച ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 50 വർഷമാവും. വെരി ഗുഡ്, ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു.
അത് കഴിഞ്ഞ് അവിടെ 8 മക്കളാണ്. എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്നു. അതിൽ ഒരാൾ മാത്രം ഇവിടുന്ന് പോയ ഒരു പെണ്ണിനെ കിട്ടി. ബാക്കി 7 പേരും ഞങ്ങൾ ഫയൽ ചെയ്ത് വന്നവരാണ്. അപ്പോൾ ഇങ്ങനെ അതൊരു വലിയൊരു ഭാഗ്യമായി കരുതുന്നു. ആ കഷ്ടപ്പാടിനെ പറ്റി ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിഷമം കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ദൈവം പ്രത്യേകം എന്നെ ദൈവത്തിൻ്റെ നിയോഗിച്ച പോലെ, എന്നെ ദൈവ നിയോഗം പോലെ പോലെ എല്ലാവരെയും കൊണ്ടുവരുന്നു. അവരെ മാത്രമല്ല, എൻ്റെ അമ്മച്ചിയുടെ ആങ്ങളയ്ക്ക് 12 മക്കളുണ്ടായിരുന്നു. അവിടുന്ന് ഒരു ചേച്ചിയെ ഞാൻ ഇങ്ങോട്ട്, ചേച്ചി ഒരു നേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അന്ന് നേഴ്സുമാരെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് സ്പോൺസർ ചെയ്യാം. നമ്മുടെ ഒരു ജോബ് ലെറ്ററും ബാങ്ക് ബാലൻസും പിന്നെ ഒരു സ്പോൺസർ ലെറ്ററും മാത്രം മതി. ചേച്ചി ഇവിടെ വന്ന് അവരെല്ലാം 12 മക്കളും ഇവിടെ വന്നു. എല്ലാവരും ഇവിടെ വന്നു ചേച്ചി കൊണ്ടുവന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരൻ കേരളത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് ഞങ്ങളുടെ നാട്ടിലുള്ളവർ പറയും, നിസാമ ചേച്ചി മാനൂകരം മുഴുവൻ എന്ന് പറയും. കോട്ടയം ഡിസ്ട്രിക്റ്റ് മുഴുവൻ കൊണ്ടുപോയെന്ന് അവർ പറഞ്ഞേ. കൂട്ടുകാരൊക്കെ അന്ന് നേഴ്സസ്, എൻ്റെ കൂട്ടുകാരെ പലരെയും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലർക്ക് അന്ന് 1 bedroom അപ്പാർട്ട്മെൻറ്റിലാണെന്ന് താമസിക്കുന്നത്. ഓരോരുത്തരും വന്നു, അവരെ കൊണ്ട് ഇൻ്റർവ്യൂവിന് പോയി ജോലി കിട്ടി. അവർക്ക് 3-4 ചെക്ക് കിട്ടുമ്പോൾ അവരെ മാറ്റുമ്പോൾ വേറെ ആൾ വരും, അടുത്ത ആൾ വരും താമസിക്കാൻ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഇവരെല്ലായിട്ട് ഇൻ്റർവ്യൂവിനൊക്കെ ഇപ്പോൾ 3-4 പേരെ ഒന്നിച്ച് ഇൻ്റർവ്യൂവിനൊക്കെ കൊണ്ടുപോയ കാര്യം ഈയിടെയായിരുന്നു. ഒത്തിരി പേരെ കൊണ്ട് നേഴ്സിംഗ് ഓർക്കാൻ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാര്യം, ഒരുപാട് ഒത്തിരി ചാരിതാർത്ഥ്യവും. എല്ലാവരും വന്ന് ചേട്ടൻ്റെ 2 മക്കൾ നാട്ടിലുണ്ടായിരുന്നു. കുഞ്ഞോൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ, അവർ ലാസ്റ്റിൽ കഴിഞ്ഞ മാസം വന്നു. അതോടെ ഞാൻ പറഞ്ഞു എൻ്റെ ഞങ്ങളുടെ ജോലി പൂർത്തിയായി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതൊരു വലിയ യാത്രയാണ് ആഗ്നസ്. 71 വരുന്നൊരു സിറ്റുവേഷനും അതിനുശേഷം എല്ലാവരും ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നു. ഗ്രേസി, ഈ നഴ്സിംഗ് ഹോം എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ LC ശങ്കരത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ വായിക്കാനിടയായി. ഈ വന്ന ആദ്യത്തെ നഴ്സസ് തെറ്റി ഒരു സ്ഥലത്ത് ഈ ഹോമെന്ന് കണ്ടു, അവിടെ ജോലി ചെയ്യാനായിട്ട് പോയി. അവിടെ ഈ ഇടയ്ക്കുള്ള ഭാഗം മാഞ്ഞിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, വി ആർ ഹിയർ ടു വർക്ക്, ഗീവ് മി ആൻ ആപ്ലിക്കേഷൻ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, we are here to hire the dead people only. We are here to hire the dead only. ഇത് നമ്മൾ ബന്ധപ്പെട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇത് ഫ്യൂണറൽ ഹോമാണ്, നഴ്സിംഗ് ഹോം അല്ല. രണ്ടുപേരും കൈയും വെച്ച് കിടപ്പുണ്ട്. 2 പേരും കൈയും വെച്ച്. അപ്പോൾ ഈ പിന്നെ നഴ്സിംഗ് ഹോമിലാണ് ഇവിടെ വരുന്നവരെല്ലാം സാധാരണയായി തുടങ്ങുന്നത്. ഈ നഴ്സിംഗ് ഹോം എന്നുള്ള എന്തോ സംഭവം ഇവിടെ എങ്ങനെയായിരുന്നു? ഈ തുടക്കുകയും പിടിക്കുകയും ഒക്കെ വേണമല്ലോ. അത് നഴ്സ് അസിസ്റ്റൻ്റാണ്. ഒന്നാമത് ഇത്രയേ ഉള്ളൂ, വണ്ണമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ജോലി കിട്ടിയത് ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ അങ്ങ് ദൂരെ 2 ബസ്സിൽ പോകണം, ഈ $2.50 വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയി പകുതി കാശ് ബസ്സിന് പോകും. അവിടെ ചെന്ന് ആദ്യമേ കണ്ടപ്പോഴേ എല്ലാം ഇങ്ങനെ നഴ്സിംഗ് ഹോം എല്ലാവരും ഈ വീൽ ചെയർ ഇരിപ്പുണ്ടേ. അപ്പം നമുക്കറിയത്തില്ല. അപ്പോൾ അതൊരു കാത്തലിക് ലിവിങ് നഴ്സിംഗ് ഹോമായിരുന്നു. അപ്പോൾ അവരെല്ലാം രാവിലെ ചെല്ലുമ്പോൾ ഒരുക്കി പിന്നെ പള്ളി കൊണ്ടുപോകണം, അവിടെ ചാപ്പലിട്ട്. അപ്പോൾ ആ കൂടെ ചെയ്യുന്നവരൊക്കെ 2 പേരെ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഒന്നും അറിയത്തില്ലല്ലോ. പകുതി പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല. അപ്പം പറയുന്ന അവർക്കും മനസ്സിലാവില്ല, അവർ പറഞ്ഞ മനസ്സിലാവും. രക്ഷപ്പെട്ടു. അപ്പോൾ ഒരു കന്യാസ്ത്രീ ഉണ്ട്. ആ കന്യാസ്ത്രീ എന്നോട് വന്നേച്ച് പറഞ്ഞു, വേഗം ചെയ്യാൻ. എനിക്കിത് കൂടുതൽ വേഗം തൊട്ട് മാക്സിമം ചെയ്യുന്നുണ്ട്. അവസാനം ഇവരെ തുടപ്പിച്ചൊക്കെ റെഡിയാക്കി എടുക്കണ്ടേ? എടുക്കണ്ട, പിന്നെ തുടപ്പിക്കണം. ചിലത് ഇങ്ങനെ ഇരിക്കും ദേഷ്യപ്പെട്ട്. പിന്നെ ഒരെണ്ണം എന്നോട് പറഞ്ഞു, എനിക്ക് വൈറ്റ് നേഴ്സിനെ മതിയെന്നേ. അപ്പൊ ഞാൻ കറുത്തായിരുന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കറുത്താവുന്നുള്ളൂ. അപ്പോഴാണ് ഒന്നുകൂടെ ബോധോദയം വന്നത്. അവർ ഓർക്കിച്ചു നമ്മളെ. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഞാനന്നേരം ഒരു മുറി കയറി അങ്ങ് കരഞ്ഞ് എന്നതായി ഇവിടെ നിന്ന് വന്നേച്ചിട്ട്. അന്നേരത്തേക്കും കന്യാസ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാരമില്ല, അത് ഓൾഡല്ലേ, അങ്ങനെയാണ്. ഞാൻ പുറത്തിറങ്ങുന്ന ബാക്കി പരിപാടിയും കഴിഞ്ഞ് ഈ ബസ്സും കഴിഞ്ഞ് കയറി പെറുക്കി ഇവിടെ വരുമ്പം കുറേ സമയമാവും. എന്നിട്ട് പിന്നെ രാവിലെ എത്ര മണിക്ക് ഇറങ്ങും? രാവിലെ ഒരു 5:30 ആകുമ്പോൾ ഇറങ്ങും, എന്നാലും 7 ആകുമ്പോൾ ചെല്ലുള്ളൂ. തിരിച്ചു വരുന്ന എത്ര മണിക്കാ? തിരിച്ചൊരു 2 ബസ് കയറണം. അപ്പം 3:30 ഇറങ്ങിക്കഴിഞ്ഞാൽ 5:30 ആകുമ്പോൾ വരും. ഒരാഴ്ചയിൽ മാക്സിമം വർക്ക് ചെയ്ത് അന്നൊക്കെ ഞാൻ ഓവർടൈം ചെയ്യില്ലായിരുന്നു, കാരണം വിവരമില്ലല്ലോ. കാരണം ഇംഗ്ലീഷ് അന്ന് ഈ ഓവർടൈം ചെയ്ത് എക്സ്ട്രാ പൈസ കിട്ടുമെന്ന് ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് അയക്കാമല്ലോ പറഞ്ഞു.
പാടുവായ പല പാടിയത്. അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ തുടങ്ങിയത് പരിപാടി. അപ്പൊ മനസ്സിലായി ഇപ്പം എനിക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം. അതാണ് പിന്നെ വലിയ ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ആയി. അപ്പോഴത്തേക്ക് ആദ്യം നേഴ്സ് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഈ തല മുഴുവനും ചൊറഞ്ഞ് പിന്നെ പഴുത്തിരിക്കുന്ന ഇങ്ങനെ ഇത് കുളിപ്പിക്കാൻ കൊണ്ടുപോകും വീൽ ചെയറിൽ. അവിടെ അവൾ എന്നെ ഓറിയന്റേറ്റ് ചെയ്യുന്ന ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ലേഡിയാണ്. അപ്പം അത് എന്നോട് പറഞ്ഞു, വായി വെച്ചല്ലേ ഒരു വർത്താനം പറഞ്ഞു, നോക്കിക്കിടെ പറയസില്ലല്ലേ. എന്നോട് പറഞ്ഞു ഈ തല കഴുകാൻ പറഞ്ഞു, ഹൗസും ഇല്ല. ഈ തല എന്നിട്ട് ഞാൻ സോപ്പ് ഷാമ്പു ഇട്ടത് ഇങ്ങനെ ഇട്ട് ഉരച്ച് കഴിയോ എനിക്കങ്ങനെ നേരാണ്ട് പോലെ വന്നു. പക്ഷെ എന്നാ ചെയ്യാനെ, ഇവിടെ വന്നു പോയിന്നെ. അത് കഴിഞ്ഞ് പിന്നെ കൈ കഴുകാൻ വേറെ പോകണം. പിന്നെ സോപ്പിട്ട് കൈ കഴുകി. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അവരെന്താ പറഞ്ഞു, അവള് വാഷിട്ട് പറഞ്ഞു, വാഷിട്ടെന്ന് മനസ്സിലായില്ല. എന്നാലും ഇങ്ങനെ കാണിച്ചു തന്നപ്പം ചെയ്തു. അത് കഴിഞ്ഞ് അതിനെ കഴിഞ്ഞൊരു 6 മാസത്തിന് ഇംഗ്ലീഷെല്ലാം പഠിച്ച് കഴിഞ്ഞപ്പോൾ വേറെ നേഴ്സ് പറ്റി പോയിട്ട് $2.25 എനിക്ക് സന്തോഷമായി. അത് 20 പണിയാണ്. ട്യൂഷൻ്റെ ഇതായിരുന്നേ, 20 പണിയായിരുന്നു. ഇങ്ങനെ തിരിക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവർ ചെന്നാലും അവരൊക്കെ നല്ല തടിയായിട്ടിരിക്കുന്ന അവർ കുറെ കൂടെ ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടായിരിക്കും. ഇപ്പം ചോദിക്കുമ്പം ഓക്കെ ഓക്കെ എന്ന് പറയും. കുറേ കഴിയുമ്പോൾ ചിലപ്പം വരും. അപ്പം നമ്മുടെ ഊരെടുത്ത് അതിനെ മറിക്കും ഞാൻ. മറിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീൽ ചെയർ ഇരുത്താൻ ഹെൽപ്പ് ചെയ്യും. അത് ഒത്തുന്നേരം നമ്മളവിടെ നിൽക്കണേ. ആകെ ഒരു വിഷമായിരുന്നു അന്നേരം. നടുവൊട്ട് പക്ഷെ വേദന ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും അത് വീട്ടുകാരെയും ഇത്തിരി വരെ അഡ്മിറ്റായി. വീട്ടുകാരെ കുടുംബക്കാരെ ഒക്കെ ആലോചിക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാറില്ല. അപ്പോൾ എനിക്ക് രക്ഷപ്പെടാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഡിറ്റർമിനേഷൻ. ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 8 കൂടെ പിറപ്പോളായിരുന്നു. എല്ലാവരും കൊണ്ടുവന്നു. അതുകൊണ്ട് ഇപ്പോൾ എല്ലായിടത്തും കൂടെ ആളുണ്ടേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവർ റെഡിയാണ്. എല്ലാം എൻ്റെ സഹായമാണ്. പിന്നെ എന്നാന്ന് വെച്ചാൽ പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ആദ്യം എനിക്കതെന്ന് പറയണം, നമ്മുടെ നേഴ്സിംഗ് ഹോമിൽ തപ്പിപ്പോവുക. പാരാണ്ട് പറഞ്ഞു ഈ ലൂതറിൻ്റെ ഞങ്ങളൊന്നും നോർത്തിലാണ് താമസിക്കുന്നത്, ഇവിടെ ബെസ്റ്റിലാണ്, ഇവിടെ ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനും എൻ്റെ കൂടെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളിക്കാരി ഇത്രയും പൊക്കേ ഉള്ളൂ. ഞങ്ങൾ രണ്ടും കൂടെ ഈ സ്നോ എത്രയോ പൊക്കത്തിൽ കിടക്കുവാണേ. അപ്പം ഞങ്ങൾക്കറിയത്തില്ല ഈ സ്നോവിയുടെ ഇതെന്നാന്നുള്ളത് അറിയത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊരു ചെരുപ്പിനെ എങ്ങനെ മാറ്റി രണ്ട് ഉണക്ക ഇത് വിട്ടു. അതെന്നറിയാമോ, സോക്സ് ഇട്ട് ഇങ്ങനെ പോവുകയാണേ. പോകുമ്പോൾ ഈ പുള്ളിക്കാരിക്ക് പൊക്കയില്ലല്ലോ. അപ്പോൾ ഈ സ്നോ ഇങ്ങനെ കിടക്കുമല്ലേ. അപ്പോൾ ഞാൻ അപ്പുറം എന്നാ പിന്നെ വരുന്നടി അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ ബസ്സിൻ്റെ അവിടെ നിന്നപ്പോഴത്തെ കേട്ടോ മൂക്ക് വേദനെടുക്കാൻ തുടങ്ങി. -20 അങ്ങനെയാണ്ടായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു, അറിയത്തില്ലായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചീൻ്റെ അച്ഛനേക്ക് മൂക്ക് തണുക്കുന്നുണ്ടോ? എടി 100 ക്രീം ഇത് ഉറച്ചു പോയി. ഞാൻ പറയും നമുക്ക് വീട്ടിൽ പോകാൻ ഞങ്ങൾ തൊട്ടടുത്താണ് നടന്നു പോയി. പിന്നെ നടന്ന് കാർവൊന്നും ഇവിടെ ചെന്ന് കഴിയുമ്പോൾ ചിന്നത് ഇങ്ങനെ ഈ സാധനം ഞങ്ങൾക്ക് അന്നത്തെ ഹീറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒന്നൊച്ച വെക്കുന്നത്, അതിൻ്റെ പേരുണ്ടാവും. പ്ലസ്റ്റിയുടെ കാല് വെച്ച് അതിൻ്റെ കാല് വെച്ചിട്ട് ചൂടായി ഒരു വിധം. അത് ജിനെ എന്നോട് പറഞ്ഞു, അപ്പോൾ ഒന്നുമില്ല, ഞങ്ങളുടെ ഇങ്ങനെ അവന് ഇതുപോലെയൊക്കെ ഒന്നുമില്ലാത്ത ഇങ്ങനെ പ്രോബ്ലം ഉള്ള വീട്ടിൽ നിന്നാണ് വന്നത്. എന്നോട് പറഞ്ഞു, ഇത് നമുക്ക് നാട്ടിൽ പോവാടിന്ന്. നാട്ടിലെ ഇത് മാണ്ട നമുക്ക് നാട്ടിൽ പോയാലോ എല്ലാം ഇട്ടിട്ട് ഞാൻ പോവാടിയിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാം വിഴുകാനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സീനെ അവൾ കുറെ നാളൂടെ കഴിയട്ടെ നമുക്ക് നോക്കാം. എൻ്റെ ഈ കാല് വേദന എടുക്കുന്നതിന് കാര്യം എൻ്റെ ഇത് ഉണ്ടാവില്ല, എന്നാ ഫ്രോസ്റ്റിംഗ് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നും ഉണ്ടായില്ല. അതിന് മുമ്പ് ഞങ്ങൾ രക്ഷപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഇവിടെ നിൽക്കുക 8 കൂടെ പുറപ്പുകളുണ്ട്, പുള്ളിക്കാരി ഏറ്റവും മൂത്തത്. ഓൾറെഡി ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞ് പിന്നെ നിന്ന് ഇല്ലാതൊക്കെ എന്ന് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരി എല്ലാവരും കൊണ്ടുവന്നു. അലുപണിയില്ല ഞങ്ങൾ അവിടെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഈ ചില ബാഡ് വേർഡ്സ് ഒക്കെ ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ടോ വർക്ക് ചെയ്യുമ്പോൾ? പറയുന്നു ഇഷ്ടം പോലെ പറയായിരുന്നു. അയ്യോ അത് നമ്മൾ കേട്ട ടീച്ചേഴ്സിന്റെ ഗോ ബാക്ക് ടു യുവർ കൺട്രി എന്നൊക്കെ പറയൂ. പിന്നെ അത് ഒരു പേഷ്യൻ്റ് ഇങ്ങനെ ഇരിക്കുക, ഇച്ചിരി തലക്കിച്ച് കാച്ചിലുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്നപ്പോഴത്തേക്കും എന്നെ കാണുമ്പോൾ അത് തുടങ്ങും, ഗോ ആൻഡ് ഈറ്റ് പോർക്ക് അറ്റ് യുവർ കൺട്രി. ഞാൻ അന്നേരം നമ്മൾ ചിരിച്ചതിനൊന്നുകൂടെ ദേഷ്യം വരും. അപ്പോൾ പിന്നെയും പറയും, അയാൾ പിന്നെയും ചിരിക്കും. അന്നേരം പിന്നെയും പറയും,
അങ്ങനെ കുറേ നേരം പറയില്ല. അന്നേരം ഞാൻ നിർത്തിയൊരു സ്ഥലവും കൂടെ പലപ്പോഴും ഈ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് സക്സസ് മൂവ്സ് വിത്ത് സൈലൻസ് നിർസം. നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങളിങ്ങനെ നിശബ്ദരായിരുന്നു ചുട്ടില് നേഴ്സിംഗ് പഠിപ്പിക്കുമല്ലോ. പേഷ്യൻ്റ് വയലൻ്റ് ആവോ എന്തെങ്കിലും ചെയ്താൽ അകത്ത് റൂമിലാണെങ്കിൽ നമ്മളെ ഇറങ്ങി പോകണം. അല്ല, അല്ലേ തന്നെ നമ്മുടെ മനസ്സ് ഇപ്പൊരു കരുണയുടെ ഒരു ഉദാഹരണമായിട്ട്. അതുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ കരുണയാണോ ദയാണോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ കേൾക്കുമ്പോൾ ഞാൻ ഈശോ ചൈതന്യം കേൾക്കണമല്ലോ. പിന്നെ അവരുടെ അവർ നമ്മളെ കംപ്ലൈൻറ്റ് ചെയ്താൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് കംപ്ലൈൻറ്റ് ചെയ്താൽ നമുക്ക് കുഴപ്പമാണ്. അതുകൊണ്ട് അവരാണ് ബോസ്. പക്ഷെ നമ്മൾ ജീവിത ലക്ഷ്യമാണ് മനസ്സിൽ കേൾക്കുന്നത്. അതെ, ജീവിത ലക്ഷ്യം എങ്ങനെയും നേടണം, എങ്ങനെയും നേടും. അത് 2 ജോലിക്ക് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. 2 ജോലി 40-60 മണിക്കൂറുകൾ ആഴ്ച ചെയ്ത് വന്നിട്ടുണ്ട്. അവരുടെ 3 ഷിഫ്റ്റ് ചെയ്ത് $750 എത്തി. അത് 3 ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അന്ന് ഹോളിഡേ ആയിരുന്നു. അപ്പോൾ അവരത് തന്നു. പക്ഷേ അവർ വിത്തൗട്ട് ടാക്സിലാണ്. അവിടെ അങ്ങനത്തെ ഒരു ഏജൻ്റ് ആയിരുന്നു. അന്നേരം ഒന്നും നല്ല സന്തോഷമായിരുന്നു ആ ചെക്ക് കിട്ടിയപ്പോഴേ. അങ്ങനെയല്ല എല്ലാവരും. പക്ഷേ അത് പിടിച്ചു വെച്ച് ചെലവാക്കുന്നത് ഈ എത്ര കിട്ടിയ നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ പോലും അതില് ഈ ഭാഗം ഇവിടെ വാങ്ങിക്കണം, അങ്ങോട്ടായി കാറ് അന്ന് കാറുണ്ടായിരുന്നു, വീടും ഉണ്ടായിരുന്നു. 2 തന്നെ അത് വലിയ വില കുറച്ച് കിട്ടിയായിരുന്നു. അതുകൊണ്ട് അത് മേടിച്ചു. പിന്നെ പിള്ളേരെ പാരാസ്ത ഒത്തിരി ഉണ്ടല്ലോ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ജോയി വന്ന് 78 വന്ന് 84 പിള്ളേർ വന്നു. 3 ടീനേജേഴ്സ് പോലെയാണ്. തിന്നോ വല്ലതും തിന്നോ ചിത്രാത്തിന് അവർ ഇതുപോലെ ഒന്ന് ഞാൻ ഭയങ്കര ലാഭിഷാകട്ടെ. എനിക്കങ്ങനെ ഞാൻ ഇപ്പം പറയുന്നതേ ഉള്ളൂ. എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് ഞാനാ ഷോപ്പിംഗ് ചെയ്യുന്നത്. ഈ പിട്ട സീനൊന്നും നോക്കല് കൊണ്ട് വേണ്ടിയുള്ള മേടിച്ചുകൊണ്ട് വരും. അതിന് ഞാനാ ഷോപ്പിംഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് ഞങ്ങൾ എല്ലാവരും സെപ്പറേറ്റായി. ഇപ്പം ബിയോളാണ് ഹാപ്പി. ഈ ത്രേസ്യാമ്മ പറയുണ്ടായി ഈ നഴ്സിംഗിൽ നിന്ന് ഒരു ചെന്നിക്കര ജുവല്ലേഴ്സിലൂടെ സ്റ്റാർട്ട് ചെയ്ത് എസ്റ്റാബ്ലിഷ് ആയിട്ട് എത്ര വർഷം ഉണ്ടായിരുന്നു ജുവലറി? 40 വർഷം. 40 വർഷം ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു ജീവിത വിജയം തന്നെയായിരുന്നു ജുവലറി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ടിങ് ഇറ്റ് വാസ് റിയലി ടഫ്. ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് നമുക്കറിയത്തില്ലാത്തൊരു ബിസിനസ്. അല്ല, ഓൺട്രപ്രണർഷിപ്പ് ട്രെയിനിങ് ഇല്ല, ഒരു വ്യവസായികളെ കണ്ടുപഠിക്കാനില്ല, സ്വന്തമായിട്ട് കാര്യങ്ങൾ പഠിക്കണം. ഇത് വലിയ ചലഞ്ചായിരുന്നില്ല ആദ്യം. വളരെ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി ഹീസ് വെരി അഗ്രസീവ് ആൻഡ് ഹീസ് വെരി എഫിഷ്യൻറ്റ്. അപ്പം പുള്ളിക്കാരനാ ഇതിൻ്റെ എല്ലാ പരിപാടികളൊക്കെ ചെയ്ത് ശരിയാക്കിയത്. അപ്പം ഞാൻ അതിൻ്റെ സൈഡിൽ നിൽക്കത്തേ ഉണ്ടായിരുന്നുണ്ട്. ഇറ്റ് വാസ് എ റിയൽ ടഫ്. ഇവിടെ ഒരെണ്ണം എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കണ്ടീഷൻ വന്നപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് ഒത്തിരി സക്സസ്ഫുള്ളായി വന്ന്. പിന്നെ നമ്മുടെ ഒത്തിരി കഷ്ടപ്പാടുണ്ട്, എന്നാലും അത് വളരെ സക്സസ് ആയിട്ട് വന്നു. മേരിക്കുട്ടി, ഈ ജുവലറി കാണാത്ത ദിവസങ്ങളുണ്ടായിട്ടില്ലേ? ആദ്യം ജുവലറി എന്ന് പറയുന്നത് മറ്റുള്ളവർ ഇട്ട് കണ്ടിട്ടുണ്ട്. എനിക്കൊരു സ്വർണ്ണമാല വേണമെന്ന് മേരിക്കുട്ടിക്ക് തോന്നിയിട്ടുണ്ടോ? സ്വർണ്ണമാല കല്യാണം കഴിക്കുമ്പോൾ ഒരു മിനിമം കാണുമല്ലോ. എന്നാലും ആദ്യത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കഷ്ടപ്പാടിൽ കൂടെയാണ് ജീവിതം കടന്നു പോയത്. ഓരോ പുതിയ കാര്യങ്ങൾ കിട്ടുമ്പോഴും അതൊരു വലിയ സന്തോഷമാണ്. ലിവിങ് എന്നാണല്ലോ പറയുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. കടം വാങ്ങിച്ചോ മോട്ടിച്ചോ ചെയ്യുന്നതല്ല. ഇപ്പൊ അമേരിക്കയിലെ ജീവിതം എങ്ങനെയുണ്ട്? എത്ര കുട്ടികളാണ്? സത്യം പറഞ്ഞാൽ ഞാൻ ട്വൈസ് മാരീഡ് ആണ്. പിന്നെ ഡിഫറെൻറ്റ് സ്റ്റോറിയാണ് എൻ്റെ സ്റ്റോറി. എനിക്ക് altogether we have 5 children. Okay, I was married for എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. പിന്നെ he was 59 when he passed away. അതിനും ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അത് കഴിഞ്ഞ് പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോഴത്തെ പിള്ളേർ 2 പേരും പ്രായം പൂർത്തിയായിരുന്നു. ആൻഡ് എന്നിട്ട് അവർ മാരീഡായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു കുറച്ച് നാളെ. then I started ഞാൻ ലോൺലി ആയിട്ട് തുടങ്ങി. ആൻഡ് I was not that old, I was not that young either, I was close to 60. അന്നേരം പിന്നെ എല്ലാവരും പറഞ്ഞു മേരിക്കുട്ടി തന്നെ നിൽക്കണ്ട, why don't you get married? അന്നേരം so I started looking. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ബട്ട് യു ആർ കൈൻഡ് ഓഫ് ചൂസ് സെയിം റിലിജൻ, ഏജ് ഗ്രൂപ്പ് എല്ലാം വേണമല്ലോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം I went online shadi.com
അന്നേരം പിന്നെ സോ ഐ മെറ്റ് മൈ ഹസ്ബൻഡ് കറൻറ്റ് ഹസ്ബൻഡ് ഹു വാസ് ഇൻ സൗദി അറേബ്യ അറ്റ് ദ ടൈം. അന്നേരം സോ വി ഗോട്ട് മാരീഡ്. ഐ വെൻറ്റ് ടു ഇന്ത്യ. ഐ ഗോട്ട് മാരീഡ് ദെയർ. ഞാൻ 2007 ഇംഗ്ലീഷും പറയാം. റീമാരി ചെയ്തു. അന്നേരം പിന്നെ പുള്ളിക്കാരൻ്റെ ഭാര്യ മരിച്ചു പോയായിരുന്നു. ഷീ വാസ് ഇൻ അവർ സൗദി അറേബ്യയിലായിരുന്നു. പിന്നെ റിയാദിലായിരിക്കും. റിയാദിലായിരുന്നു. അന്നേരം അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് അവിടെ പെൺപിള്ളേരാണെങ്കിലും അവർക്ക് പിന്നെ ഹൈസ്കൂൾ കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. സോ ദേ ഹാഡ് ടു ഗോ ബാക്ക് ടു കേരള, ഇന്ത്യൻ. അന്നേരം മൂത്ത കുട്ടി പെൺകുട്ടിയായിരുന്നു. അവൾ നാട്ടിൽ പോയിട്ട് മറ്റു പിള്ളേരെ നോക്കി അവരെ പഠിപ്പിക്കുന്നു, അവൾ ജോലി ചെയ്യുന്നു, മൂത്ത പെൺകൊച്ച്. അന്നേരം പിന്നെ പുള്ളിക്കാരൻ തന്നെ സൗദി അറേബ്യ ബിക്കോസ് ഹി ഹാസ് ടു മേക്ക് മണി കേട്ടോ. അങ്ങനെ ജോലി ചെയ്തു ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. തന്നെ ഒരു 5-8 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കല്യാണം കഴിച്ചു. അന്നേരത്തേന് മൂത്തയാൾ സ്റ്റുഡൻറ്റ് വിസയിൽ അമേരിക്കയിൽ വന്നു. രണ്ടാമത്തെ ആളിനെ ഞങ്ങൾ ഷാദി.com ഇടിപ്പിച്ചു. അവളെ കാലിഫോർണിയയിൽ ഒരു പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. സോ ഷീ കെയിം ഹിയർ ഇൻ 2009. പിന്നെ അയാളെ മോനെ ഞാൻ സ്പോൺസർ ചെയ്തു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ 2009 വന്നു. നേരം എല്ലാവരും ഇപ്പോൾ മാരീഡാണ്. എല്ലാവർക്കും അവർ മൂത്ത കുട്ടികൾക്ക് 2 പേർക്കും 2 ചിൽഡ്രൻ വീതം. ഇളയാളിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ദ ബേബി ഈസ് ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ലൈഫ്. യെസ്. അഗ്നസ് എത്ര കുട്ടികളാണ്? 3 പേര്, 2 ആണും ഒരു പെണ്ണും. അവർ 3 പേരും ജോലി ചെയ്യുന്നു. ഷിക്കാഗോയിൽ തന്നെ ഉണ്ട്. ചിക്കാഗോയിലുണ്ട്. അവരൊക്കെ ഇടയ്ക്ക് പുറത്തോട്ടൊക്കെ പോയായിരുന്നു. സാൻ ഫ്രാൻസിസ്കോ, ന്യൂയോർക്ക്, LA ആൻഡ് സിംഗപ്പൂർ പോയി 2 വർഷം മൂത്ത മോനെ. അത് കമ്പനിയിൽ നിന്ന് പോയതായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെല്ലാവരും ചിക്കാഗോയിലുണ്ട്. ഡൗൺ ടൗണിലാണ് ആ പിള്ളേർ താമസിക്കുന്നത്. മൂത്ത മോൻ കല്യാണം കഴിച്ചിട്ടില്ല. അവന് കല്യാണം കഴിക്കേണ്ടെന്നാണ് പറയുന്നത്. രണ്ടാമത്തവനൊന്ന് കല്യാണം കഴിച്ചു. ന്യൂയോർക്കിൽ മലയാളി കൊച്ചു തന്നെയായിരുന്നു. പ്രൊട്ടസ്റ്റൻ്റ് ആയിരുന്നു. അവർ പക്ഷേ ഡിവോഴ്സായി. മോള് കല്യാണം കഴിച്ചു. ഒരു കൊച്ചുണ്ട്, 6 വയസ്സായ ഒരു മോനുണ്ട്, കൊച്ചു മോനുണ്ട്. അവൻ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. അവിടെ 3 മൈലേ ഉള്ളു വീട്ടിൽ നിന്ന്. അഗ്നസോട് ചോദിക്കട്ടെ, ഈ കുട്ടികൾ ഇങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് വെസ്റ്റേൺ കൾച്ചറിലാണ് നമ്മൾ വളരുന്നത്. നമ്മളെങ്ങനെ എന്തൊക്കെ മലയാളം പറഞ്ഞ് പഠിപ്പിച്ചാലും അവരുടെ പിയർ ഇൻഫ്ലുവൻസ് കൂടെ പോകുന്നു. ഈ കുട്ടികളുടെ വളർച്ചയിൽ എനിക്ക് വലുതായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് എപ്പോഴെങ്കിലും വിഷമം ഉണ്ടായിട്ടുള്ളത് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ട് അറിയാമോ? എനിക്കുണ്ടായിട്ടുണ്ട്. പിള്ളേർ വളരുന്നതിൻ്റെ ആ വിഷമമല്ല. പിള്ളേർ കുഞ്ഞായിരുന്നു. പിള്ളേർ 2 വർഷം നാട്ടിലാക്കി, അതിൻ്റെ വിഷമം. കാരണം രണ്ടാമത്തെ മോനുണ്ടാകുമ്പോൾ മൂത്ത കൊച്ചിന് 13 മാസം പ്രായമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കൊച്ചിനെയായിട്ട് 8 മാസം നാട്ടിൽ തന്നെ പോയി. അത് എത്ര പ്ലെയിൻ മാറിയെന്നറിയാം. ഷിക്കാഗോ ടു ന്യൂയോർക്ക്, ന്യൂയോർക്ക് ടു ആംസ്റ്റർഡാം ടു ബോംബെ ടു കൊച്ചി. ഒരു 13-12 മാസം, 1 വയസ്സുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് ഈ പോക്ക് തന്നെയാണ്. കാരണം അന്ന് 2 പേർ കൂടെ പോകാൻ അന്നും ടിക്കറ്റിന് ഈ സെയിം വിലയാണ്. ഇന്നത്തെ വിലക്കാർ കൂടുതലാണ്. അന്ന് $1,200 ഒരു ടിക്കറ്റിന്. ഇപ്പോൾ 700 കിട്ടും ടിക്കറ്റ്, ഈ റിട്ടേൺ ടിക്കറ്റ്. അപ്പോൾ അന്ന് ശമ്പളം എന്നാ നമുക്ക് വെറും $7 ഉള്ളൂ ശമ്പളം ഒരു മണിക്കൂറിന്. ഒരു $7 രൂപയാണ്. അപ്പോൾ രണ്ടാമത്തെ മോൻ അവിടെയാണ് ഉണ്ടായത്. സിസേറിയനായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു പോരാൻ നേരത്ത് അന്നേരം അച്ഛനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ അമ്മയും കൊച്ചു 2 ആങ്ങളമാരും ഉള്ളേ. അപ്പോൾ പിന്നെ അവിടെ നിർത്തിയല്ല. ഹസ്ബൻഡ് വീട്ടിലാണ് അച്ഛനും അമ്മയും പിന്നെ അനിയന്മാരെല്ലാവരും ചേട്ടനുണ്ട്. അന്നേരം അച്ഛൻ പറഞ്ഞു കൊച്ചിനെ 2 പേരും ഇവിടെ നിർത്തിച്ചു. കുഞ്ഞു കൊച്ചിനെ അവിടെ നിർത്തിച്ച് പോരാനായിരുന്നു പ്ലാൻ. കാരണം ഇപ്പം നോക്കാനാരും ഇല്ല. അപ്പോൾ അങ്ങനെ അവനെ 2 പിള്ളേരെ ഇവിടെ നിർത്തിച്ച് പോന്നു. ഇവിടെ വന്ന് BSc നഴ്സിങ്ങിന് പഠിക്കണം നോർത്ത് 3-4 കോഴ്സൊക്കെ എടുത്തു. പക്ഷേ അന്നേരം പിന്നെ അടുത്ത് പ്രഗ്നൻ്റ് ആയി. അങ്ങനെ പ്രശ്നം പഠിത്തമൊന്നും നടന്നില്ല. കൊച്ചിനെ പിള്ളേരെ 2നെ തിരിച്ചു കൊണ്ടുവന്ന് 2 വർഷമൊക്കെ വെച്ചു. ആ ഒരു വിഷമം എൻ്റെ മോനെ ഇപ്പോഴും മൂത്ത മോൻ ചോദിക്കും, എന്നെ എന്തിനാ നാട്ടിലായിരുന്നു, എപ്പോഴും ചോദിക്കുക. അപ്പോൾ അതൊരു വിഷമമുണ്ട്. പക്ഷെ ഇപ്പോൾ എല്ലാവരും ഈ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഷിക്കാഗോയിൽ തന്നെ എല്ലാവരും ഇവിടെ ഉണ്ട്. ഹാപ്പി ആയിട്ടിരിക്കും. ഹാപ്പിയാണ്. ഗ്രേസിയുടെ കുട്ടികളൊക്കെ എൻ്റെ കുട്ടികൾ എനിക്ക് 3 പിള്ളേരാണ്. ജിഷ മൂത്തവളും ലോയറാണ്, എൻ്റെ ഹസ്ബൻഡ് ലോയറാണ്. പിന്നെ രണ്ടാമത്തത് ജിമ്മി, അവനൊരു ക്ലോസിങ് യൂണിറ്റൊക്കെ. 3ാമത്തെ മോള് സൈക്കോളജിസ്റ്റാണ്. അവൾ പക്ഷേ കിട്ടിയിട്ടില്ല. അവൾ പറയുന്ന അവളിപ്പം കൗൺസിലിങ്ങിലൊക്കെ ഞങ്ങൾ ഈവൻ ഞങ്ങളുടെ സ്വന്തം വീട്ടിലൊക്കെ പോകും. അപ്പോൾ അവൾ പറഞ്ഞാൽ ഞാനിപ്പം കിട്ടി തന്നെ ഞാൻ അമ്മ ഇങ്ങനെയൊക്കെ ഒരുപാട് കാണുന്നുണ്ട്, ഡിവോഴ്സും മറ്റു കാര്യങ്ങളൊക്കെ കാണും. സോ ഐ എം ഹാപ്പി.
ഒഴിവായിട്ട് ബോധമുണ്ട്. ഞാനെപ്പോഴും ഇങ്ങനെ ചെറുക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ പറയും ഞാൻ പറഞ്ഞിട്ടല്ലാതെ മമ്മി ഞാൻ ചെറുക്കനെ കണ്ടുപിടിക്കുന്നു. പിന്നെ അതോട് നിർത്തി. അതൊരു ചലഞ്ച് അല്ലേ നമുക്ക് പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് ലെറ്റ് മീ ഫൈൻഡ് ഇറ്റ് ഫോർ നമ്മളിപ്പോൾ ഫോഴ്സ് ചെയ്ത ഒരു മക്കളും കിട്ടാം. അത് കുറച്ച് ആ ഫ്രീഡം ഫ്ലെക്സിബിലിറ്റി നമ്മൾ കൊടുക്കും. പക്ഷെ നമ്മുടെ ഒരു മനസ്സിലൊരു വേവലാതി ഇല്ലേ, ഇവർ ആരെ കണ്ടുപിടിക്കും, എന്താ സംഭവിക്കുന്നത്, എൻ്റെ മോളല്ലേ. പക്ഷെ അവൾ പറയുന്നത് ഞാൻ നല്ല ജോലിയുണ്ട് വീട്ടിൽ, എനിക്കെല്ലാം അറിയാം, ഇവിടുത്തെ ഒറ്റയ്ക്ക് താമസിക്കുക എത്രയോ 2 നാളെ പിന്നെ കിട്ടിയാൽ കുഴപ്പമില്ല. പക്ഷെ 39 years ആയി. കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ടോ? 3 പേര്. 3 പേര്. ത്രേസ്യാമ്മയുടെ കുട്ടികളൊക്കെ പലരും പല സ്ഥലത്താണെന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ എങ്ങനെ ഒറ്റയ്ക്കാണ്, എങ്ങനെയാണ് ജീവിതം പോകുന്നത്? കുട്ടികളൊക്കെ എവിടെയാണ്? എനിക്ക് 2 പിള്ളേരുള്ളത്. മോൻ അരിസോണയിലാണിപ്പോൾ, മോള് അയോവായിലും. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യും. അവർ വിസിറ്റ് ചെയ്യും. ഞാനും പലപ്പോഴും പോയി അവരെ കാണും. അങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് അത്ര പിള്ളേർക്കൊരു ബേഡനാകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്നിടത്തോളം കാലം തന്നെ ജീവിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അതുകൊണ്ട് ഞാനിവിടെ തന്നെ കഴിയുക. അതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഒരു വലിയ എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു, കുട്ടികൾക്ക് ഒരു വിഷമവും ഉണ്ടാവരുതെന്ന് വിചാരിക്കുന്നു, അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. അതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും സ്നേഹവും നൽകുന്നത്. ഇതൊരു ജീവിത ഗാഥയാണ്, പറഞ്ഞാൽ തീരാത്ത കഥകളാണ്. ഇതൊരു തുടക്കം മാറ്റം. ഇത് കൂടി നമുക്ക് പുതിയ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുവാനും കുട്ടികൾ അമ്മമാരെക്കുറിച്ച് അതുപോലെ തന്നെ മറ്റുള്ളവർ നഴ്സുമാരുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ഞാൻ ഒരു കാര്യം ചോദിക്കും, കോവിഡ് സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതം? കോവിഡ് സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. നമ്മൾ ആ സമയത്ത് കോവിഡിൻ്റെ സമയം എന്നായിരുന്നു. ഞാൻ ആ സമയത്ത് വാസ്തവത്തിൽ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് കോവിഡാണെന്നും പറഞ്ഞ് ഇവിടെ കേൾക്കുന്നത്. അപ്പം ഇടയ്ക്ക് ഞാൻ നാട്ടിൽ പോകുമായിരുന്നു, പല ഫൈനാൻഷ്യൽ കാര്യങ്ങൾക്കും മറ്റുള്ള കാര്യത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ കോവിഡാണ്, പുറത്തോട്ട് ഇറങ്ങാൻ മേല എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓർത്ത് ഇതെന്തൊരു കണ്ടീഷനാണ്. അപ്പോൾ പിന്നെ മാസ്ക് വെച്ചുകൊണ്ട് വേണം നമ്മുടെ നിത്യവൃത്തി എല്ലായിടത്തും പോവുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വലിയ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട വന്നില്ല, വലിയ ബുദ്ധിമുട്ട് വന്നു. ഗ്രേസി അതിൽ കൂടി കടന്നുപോയി കാണുമല്ലോ. പക്ഷേ ഞാൻ റിട്ടയർ ആയിരുന്നു ഞങ്ങളെ ആ സമയത്ത്. അതെ, ജോലി ഉണ്ടായിരുന്നു ഇവിടെ. വളരെ ചുരുക്കം സമയത്ത് പുറത്തു പോകുള്ളൂ. പിന്നെ പുല്ല് ഗ്രോസറിയൊക്കെ മേടിക്കും. ഞങ്ങൾ ചില സമയത്ത് വർക്ക് ചെയ്യേണ്ടി വന്നില്ല. ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. ഐ ആം ഗ്ലാഡ്. മേരിക്കുട്ടി വർക്ക് ചെയ്യേണ്ടി വന്നില്ല ആ സമയത്ത്. പക്ഷേ മോള് നേഴ്സായിരുന്നു. മോള് നേഴ്സാണ്. മോള് എമർജൻസി റൂം നേഴ്സാണ്. അന്നേരം ഒരു ദിവസം അവളെ ഇയാളിലായിരുന്നു, ടെമ്പറേച്ചറുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു. അത് തുടക്കത്തിലായിരുന്നു. പിന്നെ എന്നിട്ട് എനിക്ക് സെൽഫോണിൽ ഫോട്ടോ അയച്ചു തന്നു. 104.5 ടെമ്പറേച്ചർ. എന്നിട്ട് ഡോക്ടറെ കണ്ടു. പിന്നെ ശ്വാസമുട്ടലൊക്കെ ഉണ്ടായിരുന്നു. മെഡിസിനൊക്കെ കൊടുത്തു, വീട്ടിൽ വിട്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് പക്ഷേ അന്നേരം അറിയുന്നില്ല കോവിഡ് ആണെന്നുള്ളത്. അത് കഴിഞ്ഞ് ഈ കോവിഡ് എല്ലായിടത്തും പകരാൻ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അവളോട് പറഞ്ഞു നിനക്ക് വന്നത് കോവിഡായിരുന്നെന്ന്. പിന്നെ ബ്ലഡ് ടെസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ അത് നോക്കിയില്ല. സേവനം തന്നെ. അവളൊരു നല്ലൊരു നേഴ്സാണ്. എല്ലായിടത്തും എവിടെ ചെന്ന് കഴിഞ്ഞാലും അവൾ ഇയാറിൽ മാത്രമേ ജോലി ചെയ്തുള്ളൂ. പിന്നെ ICUവിലും. പിന്നെ അവൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവൾ ഇപ്പോൾ ട്രാവലിംഗ് നേഴ്സ് എന്നും പറഞ്ഞൊരിതുണ്ട്. അതായത് ആഴ്ചയിൽ 3 ദിവസം ജോലി ചെയ്യുന്നുള്ളൂ. പിന്നെ അവൾക്കൊരു കുട്ടിയുണ്ട് 7 വയസ്സുള്ള. പ്രൗഡ് മാം. ഐ എം എ വെരി പ്രൗഡ് മാം. അന്നേരം ജോലിക്ക് ഇന്നലെ എന്നെ ഒരു ലെറ്റർ കാണിച്ചു. കോവിഡ് കേസൊക്കെ ഇവരെ റിവ്യൂ ചെയ്യും. ഷീസ് എ ഫാന്റാസ്റ്റിക് നേഴ്സ് എന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഐ തിങ്ക് ഐ വാസ് ഏബിൾ ടു ട്രാൻസ്ഫർ സം ട്രേറ്റ് ഫ്രം the nurse, from me to you, and I'm very proud of it. ഗ്രേസി ഇവിടെ കല്യാണം കഴിഞ്ഞ ശേഷം വന്നു. ഹസ്ബൻഡ് പിന്നാണല്ലോ വന്നത്. എങ്ങനെയായിരുന്നു? എഴുത്തുകുത്തുകളായിരുന്നോ, കാസറ്റ് ആയിരുന്നോ? ഈ പണ്ട് ഈ ഹംസം നമ്മളെ കൊടുത്ത പോലെ പലതുമുണ്ട്. പക്ഷേ എൻ്റെ ഈശോയെ കഥ പറയണ്ട. എനിക്ക് ഭയങ്കര മനപ്രയാസമായിരുന്നു. പുള്ളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളിക്ക് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നു എനിക്കറിയാം. അറിയത്തില്ല. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ നല്ല പ്രേമം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിവിടെ പുള്ളിനെ അങ്ങ് ഉരിഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു. അവസാനം
പുള്ളി ഈ എയർഫോഴ്സിന് ഇറങ്ങാൻ പറ്റുന്നില്ല. പുള്ളി പലതരത്തിൽ നോക്കി. പുള്ളി ഓൾറെഡി 14 ഇയേഴ്സിലോട്ട് എഴുതി കൊടുത്തായിരുന്നു. പക്ഷെ 12 ആയപ്പോൾ കിട്ടി. അപ്പോൾ ഒത്തിരി ട്രൈ ചെയ്തു. പിന്നെ ഞാൻ 2 വർഷം കഴിഞ്ഞ് ഞാൻ പോയി അവിടെ. പോയി ഓരോരുത്തരെ കണ്ട് അവസാനം ഞാൻ ഇവിടെ 4 മാസം അവിടെ നിന്നോ പൂനായിലായിരുന്നു. പോരുന്നതിൻ്റെ തലേ ദിവസം പുള്ളി ഡിസ്ചാർജ് ആയെന്നും പറഞ്ഞ് ഒരാൾ ട്രൈ ചെയ്യുന്നുണ്ട്, അയാൾ കൊടുത്തന്നു. പിന്നെ എനിക്കറിയാതെ പിന്നെ 3 മാസത്തിന് അവിടെ വരുമെന്ന് എനിക്കറിയാം. ഈ കാലയളവിൽ എടുത്തു കുത്തായിരുന്നു, കാസറ്റ് കൊടുത്തു വിടുവോ? കാസറ്റ് ഒരു പ്രാവശ്യം ഒന്നുമില്ല. ആരും അങ്ങനെ പോക്കുമൊരു ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ. ഒരാളിങ്ങനെ പോയപ്പം ഒരാൾ പോയപ്പോൾ പൂനായിലല്ലേ പുള്ളി, കേരളത്തിലല്ല. ഒരുപാട് കഥകളൊക്കെ പറഞ്ഞാണോ? ഒത്തിരി കഥകളല്ല. അതിൻ്റെ ഇപ്പോഴും ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കായിരുന്നു? അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് ഈ കാസറ്റ് ഞാനും കൊടുത്തു വിട്ടിട്ടുണ്ട്, പാട്ട് പാടിയൊക്കെ. ശരി. ചെറുതായിട്ടാണ് പാടുമായിരുന്നു അന്നേ. ഇപ്പം ഇല്ല. ഇപ്പൊ ശരി. പഴയ പ്രേമഗാനങ്ങളായിരുന്നു അതോ? എല്ലാം പാടുമായിരുന്നു. അന്ന് അയച്ച പാട്ടിന്റെ ഏതെങ്കിലും 2 പേര് കേട്ടെ. സുമംഗലി നീ ഓർമ്മയ്ക്കുമോ സ്വപ്നത്തിനെങ്കിലും പിരിഞ്ഞു ബാക്കിയുണ്ട്, പക്ഷെ മറന്നുപോയെ. പിരിഞ്ഞു പോകും നിനക്കിടേ പിരിഞ്ഞു പോകും നിനക്കിട മറക്കുവാഴയോ നിറഞ്ഞ മാറിയതം മറക്കുവാഴിയും പുലരാൻ മറക്കുവാനേ കഴിയൂ. പിന്നെ അടിപൊളി. ഇതൊക്കെ പുള്ളി ഇങ്ങനെ എഴുതും. പിന്നെ ഇപ്പോൾ പാട്ട് പാടാറില്ല, പക്ഷെ ഏതാണ്ട് ഒരു നീട്ടി പാടുവരെ കവിത എഴുതി അയക്കുക. ഇതിനകത്ത് രസം ഞാൻ കേട്ടിരിക്കുന്നത്, ഈ കാസറ്റ് അവിടെ ചെന്ന് കഴിയുമ്പോ വീട്ടുകാരെല്ലാം കൂടി ഇരുന്ന്, വീട്ടുകാരല്ല പുള്ളി പൂനായില്ല, കൂട്ടുകാരല്ല അവിടെ കൂടി കുറെ കാസറ്റ് എന്റെ ഭാര്യ അവിടെ നിന്ന് അമേരിക്കയിൽ അയച്ചിരിക്കുന്നു, കേൾക്കൂ, ആനന്ദിക്കൂ. അപ്പൊ പാട്ടാണ് എന്നെ പുള്ളി എന്നെ ഇഷ്ടപ്പെട്ട് ഏത് പാട്ടാണ് അതിന്റെ ആദ്യം പിള്ളേരൊക്കെ കേൾക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട് പാടി അദ്ദേഹം അയച്ചല്ലോ ആ ഭാഷ. ഇഷ്ടപ്പെട്ട് എന്നെ ഇഷ്ടപ്പെട്ട് പാടിയ പിച്ചിരി ഇഷ്ടം വന്നതാ പറഞ്ഞത്. ആ പാട്ട് കേട്ടപ്പോ ഒരു നാൾ വരും തിരുക്കാരൻ ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ ചിരിക്കും യും പോഴക്കരയാൻ മാത്രം വരും എല്ലാവർക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. പറഞ്ഞാലും തീരാത്ത കഥകൾ. ഇത് ത്യാഗത്തിൻ്റെ കഥയാണോ, സഹനത്തിൻ്റെ കഥയാണോ, വിഷമത്തിൻ്റെ കഥയാണോ, കാരുണ്യത്തിൻ്റെ ഉറവ് പറ്റാത്ത ദിനങ്ങളുടെ കഥയാണോ, ഇതെനിക്കറിയില്ല. Big salute to the nurses of the world and also the Malayali nurses ഇവിടെ വന്നിരിക്കുന്നു. അതിനുശേഷം എല്ലാ മലയാളികളെയും ഇതിലേക്ക് അമേരിക്കയിലേക്ക് കൊടിയേറ്റിയിരിക്കുന്നു. നഴ്സുമാരുടെ കൊടിയേറ്റം നമ്മുടെ മലയാളികളുടെ അമേരിക്കയിലേക്ക് തുടരും. ഹരി നമ്പൂതിരി signing off for Global Indian News and Happiness Magic by Hari. Thank you so much. Thank you.